Hello everyone, welcome to I+. സോ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് 4 അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ മോസ്റ്റ് പ്രോബ്ലി ഡിസംബറോടുകൂടി നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പ്രിപ്പറേഷൻ വളരെ സ്ട്രോങ് ആക്കി പരീക്ഷയ്ക്ക് നല്ല ഉയർന്ന റാങ്ക് കരസ്ഥമാക്കി ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. സോ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത്തിരി അത്യാവശ്യം ദൈർഘ്യമേറിയൊരു ക്ലാസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ദ ഹിന്ദു എന്ന പത്രത്തിൽ വന്ന ഒരു എഡിറ്റോറിയൽ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. അനാലിസിസ് ഇൻ ദ സെൻസ് ഈ എഡിറ്റോറിയലിലൂടെ അതുവഴി ആ എഡിറ്റോറിയൽ വഴി ഒരു കോംപ്രിഹെൻഷൻ പാസേജ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. അതോടൊപ്പം ആ എഡിറ്റോറിയൽ നമുക്ക് എങ്ങനെ ഒരു നല്ല പ്രസിയാക്കി മാറ്റാം, അതോടൊപ്പം നമുക്ക് ആ എഡിറ്റോറിയൽ നിന്ന് വൊക്കാബുലറി എത്രത്തോളം പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു വഴിക്ക് ഒരു പക്ഷിയല്ല, അനവധി പക്ഷികൾ. അതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. സോ ഈ കഴിഞ്ഞ 15-ാം തീയതി ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു എഡിറ്റോറിയൽ അനാലിസിസ് ആണ് ഞാൻ ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറലായി 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ ആദ്യം നമുക്ക് ഈ പാസേജിൻ്റെ കോംപ്രിഹെൻഷൻ, ഈ പാസേജ് നമുക്ക് കോംപ്രിഹെൻഷൻ ആയിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പാസേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. മോസ്റ്റ് സ്റ്റുഡൻസ് തിങ്ക്, ഈ കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാ കുട്ടികളും ചിന്തിക്കുന്ന ഈ ഒരു രീതിയിലാണ്. പാസേജ് വായിക്കുന്നു, ഉത്തരം കണ്ടെത്തുന്നു, സെന്റൻസ് കോപ്പി ചെയ്യുന്നു. ആൻഡ് ആ മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ, ആൻഡ് ദാറ്റ് മെത്തേഡ് ഇറ്റ്സെൽഫ് ഇസ് റോങ് ആൻഡ് ദാറ്റ് ഇസ് വൈ ദേ ലൂസ് മാർക്സ്. കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. അതായത് പാസേജ് വായിച്ച് സെന്റൻസ് കോപ്പി ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് ഉയർന്ന മാർക്ക് ഈ കോംപ്രിഹെൻഷനെ കരസ്ഥമാക്കാൻ സാധിക്കുക. ദ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ റിവാർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് നോട്ട് കോപ്പി. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുമ്പോൾ അതിലൊരു കോംപ്രിഹെൻഷൻ പാസേജ് ഉള്ളപ്പോൾ അവിടെ എക്സാമിനർ പരിശോധിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആ പാസേജ് മനസ്സിലായി, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ പരീക്ഷിക്കുന്നത്, അല്ല നിങ്ങളുടെ കോപ്പിയിങ് സ്കിൽസ് അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ പാസേജിലേക്ക് കിടക്കാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. ദ 5 ലെയർ കോംപ്രിഹെൻഷൻ മെത്തേഡ്. നിങ്ങളൊരു കോംപ്രിഹെൻഷൻ പാസേജ് വായിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നെവർ റീഡ് ആൻ എഡിറ്റോറിയൽ ലൈക്ക് എ ന്യൂസ് പേപ്പർ. നിങ്ങൾ എല്ലാവരും പത്രങ്ങൾ വായിക്കുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ കൂടെ ഇനി തൊട്ട് ശീലിച്ചു തുടങ്ങും. ഒരു ഇംഗ്ലീഷ് പത്രം, അതിപ്പോൾ നിങ്ങൾ വീട്ടിൽ പത്രം വരുത്തിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് പത്രങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഈ പേപ്പറായിട്ട് ലഭിക്കും. പറ്റുകയാണെങ്കിൽ അത് വായിക്കാൻ ശ്രമിക്കുക. സോ നെവർ റീഡ് ആൻ എഡിറ്റോറിയൽ ലൈക്ക് എ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പർ റീഡറിനെ പോലെ നിങ്ങളുടെ എഡിറ്റോറിയൽ വായിക്കാൻ നിൽക്കരുത്. റീഡ് ലൈക്ക് ആൻ എക്സാമിനർ. ഇതാണ് നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എന്ന് വിചാരിക്കുക. കോംപ്രിഹെൻഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കണം, ഒരു എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ളൊരു 4-5 മാസം നിങ്ങൾ സ്ഥിരം ആഴ്ചയിൽ 1-2 തവണ എഡിറ്റോറിയൽ വായിച്ച് പരിശീലിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന മെത്തേഡിൽ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ വൊക്കാബുലറിയിൽ, നിങ്ങളുടെ ഫ്ലുവൻസിയിൽ, നിങ്ങളുടെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. ഓക്കെ, ഒരു എക്സാമിനറിനെ പോലെ വേണം നിങ്ങൾ ഒരു എഡിറ്റോറിയൽ വായിക്കാൻ. ഓക്കെ, സോ വെനെവർ യു റീഡ് എ പാസേജ് ഐഡന്റിഫൈ. നിങ്ങളൊരു 5 ലെയർ കോംപ്രിഹെൻഷൻ മെത്തേഡാണ് ഞാൻ പറയുന്നത്. 5 ലെയർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ ലെയർ, എന്തിനെ കുറിച്ചാണ് പാസേജ്. ഞാനൊരു 100 തവണയെങ്കിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴും ആദ്യ പാരഗ്രാഫിലെ ആദ്യ 2 സെന്റൻസുകൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനെ കുറിച്ചാണ് ആ പാസേജ് എന്ന്. ലെയർ 2, എന്ത് ഇഷ്യൂ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, എന്തിനെ കുറിച്ചാണ്, അതിനെ സംബന്ധിക്കുന്ന എന്ത് ഇഷ്യൂ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ പാസേജിൽ. മൂന്നാമത്തെ ലെയർ, എന്താണ് പ്രശ്നം, എന്താണെന്നല്ല, വൈ ഇസ് ദ പ്രോബ്ലം ഹാപ്പനിങ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. ആൻഡ് വാട്ട് ആർ ദ കോൺസിക്വൻസസ്, ഇത് സംഭവിക്കുന്നത് കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെ, എന്താണ് ഓതറിന്റെ സജഷൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള. കണ്ടല്ലോ, അപ്പൊ ഒരു കോസ് ഇമ്പാക്ട് അത് നോക്കിയേ. ആ 5 ലെയർ നോക്കിയേ. ടോപ്പിക്, പ്രോബ്ലം, കണ്ടില്ലേ, ഞാൻ എഴുതിയിടാം. 5 ലെയർ എന്ന് പറയുന്നത് ടോപ്പിക്, പ്രോബ്ലം, കോസ്, ഇമ്പാക്ട്, സൊല്യൂഷൻ. ഇതാണ് 5 ലെയർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻഷൻ വായിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു എഡിറ്റോറിയൽ, ഒരു പാസേജ് വായിക്കുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ലാഘവത്തോടു കൂടിയല്ല വായിക്കണം. ഇത് നോക്കുക, ടോപ്പിക് എന്താണ് പറയുന്നത്, പ്രോബ്ലം എന്ത് ഇഷ്യൂ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എന്തുകൊണ്ടത് നടക്കുന്നു, അത് കാരണം ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്, ഓതറിന്റെ സ്റ്റാൻഡ് എന്താണ്.
ഓതർ എന്തെങ്കിലും സൊല്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ്? ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം ഞാൻ കുറച്ച് കാലം, ഒരുപാട് കാലത്തെ ഒന്നും അല്ലെങ്കിൽ കുറച്ച് കാലയളവിൽ എഡിറ്റോറിയൽസിന്റെ ഒരു പൊതു സ്വഭാവം നോക്കി മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയ ചില നിരീക്ഷണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് റീഡിങ്, നിങ്ങളുടെ ഒന്നാമത്തെ വായന എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇനി വായിച്ച് പരിശീലിക്കേണ്ട രീതിയാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു പാസേജ് വായിക്കുമ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ ഹൈലൈറ്റിംഗ് വേണ്ട, ഡിക്ഷണറി ഉപയോഗം വേണ്ട, നോട്ട് ടേക്കിംഗ് ഒന്നും ചെയ്യണ്ട. ഓക്കെ, only answer what is this passage mainly about. നിങ്ങളുടെ ഫസ്റ്റ് റീഡിങ്ങിൽ നിങ്ങൾ പരിശീലിച്ച് വരുമ്പോൾ നിങ്ങളുടെ ആദ്യ റീഡിങ്ങിൽ ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ. വാട്ട് ഇസ് ദിസ് പാസേജ് മെയിൻലി അബൌട്ട്? അതായത് നിങ്ങൾ ആ പാസേജ് ആദ്യം വായിക്കുമ്പോൾ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് പോകണ്ട. പദങ്ങൾ, പല പല പദങ്ങൾ കാണും. ആ പദങ്ങൾ നിങ്ങളുടെ വൊക്കാബുലറിയുമായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ ഡിക്ഷണറി മീനിങ് കണ്ടെത്താൻ ശ്രമിക്കേണ്ട. നോട്ട് ടേക്കിങ്ങിലൊന്നും പോകണ്ട. എന്തിനെ കുറിച്ചാണ് ആ പാസേജ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് റീഡിങ്ങിൽ ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ട്രെയിൻസ് യുവർ സമ്മറി സ്കിൽസ്. ഇപ്പോൾ കോംപ്രിഹെൻഷന് വേണ്ടി നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോഴും നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് സമ്മറൈസ് ചെയ്യാനുള്ള സ്കില്ല് കൂടെയാണ് നിങ്ങൾ പരിശീലിക്കുന്നത്. ഇനി നമുക്ക് പാസേജിലേക്ക് കിടക്കാം. അത്യാവശ്യം ഒരു അത്ര വലിയ പാസേജ് ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 400 വേർഡ്സ് അടുപ്പിച്ച് വരുന്ന ഒരു പാസേജാണ്. നമുക്ക് നോക്കാം. ഇതെനിക്കൊന്ന് ജൂൺ 15 തോന്നുന്നു, ആ ഒരു ടൈമിൽ വന്ന ഒരു എഡിറ്റോറിയലാണ്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ഇന്ത്യ റിമെയിൻസ് പെർസിസ്റ്റന്റ്ലി അണ്ടർ റിപ്പോർട്ടഡ് ആൻഡ് ദ സ്റ്റേറ്റ് റെസ്പോൺസ് ടു ഹിസ് ഹാസ് ഷോൺ അപ്പ് ട്രെൻച്ചന്റ് സിസ്റ്റമിക് ഇൻഎഫിഷ്യൻസീസ് ഇൻ ഓവർ. അതായത് ആദ്യ ലൈനിൽ പറയുന്നത് ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, കുട്ടികൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഇന്ത്യയിൽ പെർസിസ്റ്റന്റ്ലി അണ്ടർ റിപ്പോർട്ടഡ് ആണ്. ഇപ്പൊ ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയാവുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അത് ഇന്നും ഇന്ത്യയിൽ അണ്ടർ റിപ്പോർട്ടഡ് ആണ്. അണ്ടർ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആൻഡ് ദ സ്റ്റേറ്റ് റെസ്പോൺസ് ടു ഇറ്റ്, ഭരണകൂടം ഇതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഹാസ് ഷോൺ അപ്പ് ട്രെൻച്ചന്റ് സിസ്റ്റമിക് എഫിഷ്യൻസീസ്. ഭരണകൂടം ഈ വിഷയത്തോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്? ഭരണകൂടം ഈ വിഷയത്തിനോടുള്ള റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഹാസ് ഷോൺ അപ്പ് ട്രെൻച്ചന്റ് സിസ്റ്റമിക് ഇൻഎഫിഷ്യൻസീസ്. നമ്മുടെ വ്യവസ്ഥിതിയിൽ പല പല പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ വ്യവസ്ഥിതി ഇപ്പോഴും എഫിഷ്യന്റ് ആയിട്ടില്ല, കാര്യപ്രാപ്തി നേടിയിട്ടില്ല. ഈ വിഷയം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ 2 ലൈനിൽ എന്താ പറയുന്നത്? ആദ്യത്തെ ലൈനിൽ എന്താ പറയുന്നത്? ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇന്ത്യയിൽ അണ്ടർ റിപ്പോർട്ടഡ് ആണ്. മാത്രമല്ല ഭരണകൂടം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സിസ്റ്റം ഇൻഎഫിഷ്യന്റ് ആണ്. അതെന്ന് വെച്ചാൽ കാര്യപ്രാപ്തി കൈവരിച്ചിട്ടില്ല. ഇൻ ഓവർ 90% ഓഫ് കേസസ്, 90% കേസുകളിലും, ഇൻക്ലൂഡിംഗ് ദ റീസെന്റ് സുലൂർ കേസ്, കോയമ്പത്തൂരിൽ നടന്ന സുലൂർ കേസ് എടുത്ത് നോക്കിയാൽ പോലും എ ചാർജ് ഷീറ്റ് വാസ് ഫൈൽഡ് ലാസ്റ്റ് വീക്ക്. സുലൂർ കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്. ദ ത്രെറ്റ് ടു എ ചൈൽഡ് ഇസ് ഫ്രം വിതിൻ ദ ഫാമിലീസ് ട്രസ്റ്റഡ് സർക്കിൾസ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ 90% കേസുകളിലും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അതായത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, മറ്റൊരു കാര്യം ഞാൻ പങ്കുവെക്കാം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് കുറെ കാലം മുമ്പാണ്, എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന മറ്റൊരു സമയത്താണെന്ന് തോന്നുന്നു, ഇത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിലെ പ്രതികൾക്ക് വധശിക്ഷ അത് എടുത്തു മാറ്റുന്ന ഒരു നിയമത്തെക്കുറിച്ചൊക്കെ അന്ന് കുറെ കാലം മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേഷൻ വൈഡ്, രാജ്യമൊട്ടാകെ അതിനെതിരെ ഒരുപാട് സംസാരിച്ചു. കൊച്ചു കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ആക്രോശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശശി തരൂർ, അന്ന് MP ആയിരുന്ന ശശി തരൂർ അതിനെതിരെ നല്ലൊരു പ്രസംഗം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പലപ്പോഴും ഈ ഡെത്ത് പെനാൽറ്റി, ക്യാപിറ്റൽ പണി പറഞ്ഞാൽ വധശിക്ഷ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വെക്കുന്നത് കൊണ്ടാണ് പലരും ഇത് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത്. കാരണം കൊച്ചു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നത് പലപ്പോഴും അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന, ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കുറെ കാലം മുമ്പ് ആ സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ആ സ്റ്റുഡൻറ്റ് പറഞ്ഞത്, ആ സ്റ്റുഡൻറ്റ് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോൾ ആ റിലേറ്റീവ് മോശമായ രീതിയിൽ എന്തോ ആ കുട്ടിയെ സമീപിക്കുകയോ സംസാരിക്കുകയോ എന്തോ ചെയ്തു. ഇനി പെട്ടെന്ന് കൊണ്ട് ഓർമ്മ, വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയോടത് പറഞ്ഞപ്പോൾ ആ അമ്മ പറയുന്നു,
ഇത് വേണ്ട, ഇത് നിന്റെ ഫാദറൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാക്കും, അടിയും വഴക്കും കാര്യങ്ങളും ഒക്കെ ആവും, കേസ് കൊടുക്കും, പിന്നെ അത് വലിയ പ്രശ്നം, ആ കുടുംബം തകരും. ഈ ഒരു പ്രശ്നം കണ്ടില്ലേ? കാരണം അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കേസാവും, പിടിച്ച് ജയിലിടും, ആ കുടുംബം തകരും, അവർക്ക് വലിയ ശിക്ഷ കിട്ടും. അപ്പൊ ഈ വലിയ ശിക്ഷ കിട്ടുമെന്നൊക്കെയുള്ള ബോധ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം ബോധങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്യാത്തത്, ഇത് റിപ്പോർട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള വധശിക്ഷ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആൾക്കാർ പേടിക്കും. കാരണം കുടുംബത്തിനുള്ള ഒരാളെ തന്നെ ഈ പറഞ്ഞ നിയമത്തിന്റെ ഈ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള ചിന്തകൾ അവർക്കിടയിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങ് ഒരു നിയമമൊക്കെ പിൽക്കാലത്തെടുത്ത് മാറ്റിയായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. കുറെ കാലം മുമ്പുള്ള സംഭവമാണ്, ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? 90% കേസുകളിലും, സുലൂർ കേസ് എടുത്ത് നോക്കിയാലും, ഒരു കൊച്ചുകുട്ടിക്കെതിരെ ഈ പറഞ്ഞ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന പലപ്പോഴും കുടുംബത്തിലെ തന്നെ ഏറ്റവും വിശ്വസ്തമായ സർക്കിളുകളിൽ നിന്നാണ്. പബ്ലിക് ഇമാജിനേഷൻ ഓഫൻ ഫിക്സേറ്റ്സ് ഓൺ പ്രിഡേറ്ററി സ്ട്രേഞ്ചേഴ്സ്. എന്നാൽ പബ്ലിക് ഇമാജിനേഷൻ, പുറത്തു നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് എപ്പോഴും ഓൺ പ്രിഡേറ്ററി സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരാണ് ഇത്തരം കാര്യങ്ങളുടെ പിന്നിലെന്ന് അവരൊക്കെ ചിന്തിക്കുന്നുണ്ട്. വിച്ച് ഇസ് നോട്ട് കൺഡ്യൂസീവ് ടു ഹെൽപ്പിംഗ് ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഐഡന്റിഫൈ റിസ്ക് ഇൻ ടൈം. അതത്ര നല്ലതല്ല. പബ്ലിക് ഇമാജിനേഷൻ ഇപ്പോഴും സ്ട്രേഞ്ചേഴ്സിനോടാണ്. സ്ട്രേഞ്ചേഴ്സാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെയുള്ള ബോധ്യങ്ങൾ അവർക്ക് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് കൺഡ്യൂസീവ് ടു ഹെൽപ്പിംഗ് ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഐഡന്റിഫൈ റിസ്ക് ഇൻ ടൈം. പക്ഷെ അത്തരം ചിന്ത കൊണ്ട് ഒരിക്കലും ഈ പറഞ്ഞ കുടുംബങ്ങൾക്കോ കൂട്ടായ്മകൾക്കോ ഒന്നും തന്നെ ഒരു റിസ്ക് കൃത്യസമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ അവരെ സഹായിക്കുന്ന ബോധ്യങ്ങളല്ല ഇതൊന്നും. മൈഗ്രന്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് കമ്മ്യൂണിറ്റീസ്. ആരാണ്? മൈഗ്രന്റ് വർക്കിംഗ് ക്ലാസ് കമ്മ്യൂണിറ്റീസ് ആർ എസ്പെഷ്യലി അറ്റ് റിസ്ക്. അവരാണ് കൂടുതലും റിസ്ക്. കാരണം ആസ് ദേ ആർ ലെസ് ഇന്റഗ്രേറ്റഡ് ഇൻ ലോക്കൽ പ്രൊട്ടക്റ്റീവ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, മൈഗ്രന്റ് കമ്മ്യൂണിറ്റീസും വർക്കിംഗ് ക്ലാസ് കമ്മ്യൂണിറ്റീസുമാണ് കൂടുതലും റിസ്കിൽ. കാരണം they are less integrated in local protective social networks. Second, abandoned industrial sites and poorly maintained common land tend to become crime scenes. ഇപ്പോൾ ഈ കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗികത സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോൾ ആരും എന്താ പറയുക, അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത ഇൻഡസ്ട്രിയൽ സൈറ്റ്സ്, അതുപോലെ പൂർലി മെയിൻറ്റെയിൻഡ്, വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാത്ത കോമൺ ലാൻഡ്, പൊതുസ്ഥലങ്ങളൊക്കെയാണ്, അല്ലെ പൊതുസ്ഥലങ്ങളെന്നല്ല, കോമൺ ലാൻഡ്, അതായത് ഇപ്പം അവിടെ ആൾക്കാരും പോകാറില്ല, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ക്രൈം സീൻസ് ആയി മാറുന്നത്. ബട്ട് ഡെസ്പൈറ്റ് ദ സേഫ് സിറ്റി പ്രോജക്ട് എന്നൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു. ആൻഡ് ദ റെക്കഗ്നിഷൻ ഓഫ് ചൈൽഡ് ഫ്രണ്ട്ലി അർബൻ ഡെവലപ്മെന്റ് പാരഡിംസ്, അർബൻ റീഡിസൈൻ സ്റ്റിൽ ഫോക്കസസ് ഓൺ കോർ ഏരിയാസ് ഓഫ് മേജർ മെട്രോസ്. അപ്പോൾ സേഫ് സിറ്റി പ്രോജക്റ്റ് സംഭവിച്ചിട്ടും ചൈൽഡ് ഫ്രണ്ട്ലി അർബൻ ഡെവലപ്മെന്റ് പാരഡിംസ്, അങ്ങനെ പല കാര്യങ്ങൾ, പല നടപടികൾ സ്വീകരിച്ചിട്ടും അർബൻ റീഡിസൈൻ സ്റ്റിൽ ഫോക്കസസ് ഓൺ, സിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഓൺ കോർ ഏരിയാസ് ഓഫ് മേജർ മെട്രോസ്, പ്രധാനപ്പെട്ട മെട്രോ റീജിയൻസിലെ കോർ ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ദ സോഷ്യൽ സേഫ്റ്റി ഡൈമെൻഷൻസ് ഓഫ് അർബൻ വെറ്റ്ലാൻഡ് റെസ്റ്റോറേഷൻ ലൈക്ക് ദാറ്റ് ഓഫ് ദ നൊയാൽ റിവർ ആർ ഓഫൺ ഓവർലുക്ക്ഡ് ആസ് വെൽ. നെക്സ്റ്റ്, while POCSO trials are required to conclude within a year of the special court taking cognizance. പോക്സോ കേസുകളെല്ലാം നിയമപ്രകാരം 1 വർഷത്തിനകം കേസ് തീർക്കണമെന്നാണ് പറയുന്നതെങ്കിലും പോക്സോ കോർട്സ് ഫേസ് 89% പെൻഡൻസി റേറ്റ്. പല വാക്കുകളും പെൻഡൻസി റേറ്റ്, ഇതൊക്കെ ഓർത്ത് വെക്കുക, ഇതൊക്കെ വൊക്കാബുലറി ബിൽഡിംഗ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോഴും പോക്സോ കോടതികൾ 89% പെൻഡൻസി റേറ്റ്സും ആൻഡ് കൺവിക്ഷൻ റേറ്റ്സ് ഹാവ് ഹിസ്റ്റോറിക്കലി റേഞ്ച് ബിറ്റ്വീൻ 3% and 30%. എന്ന് ആലോചിക്കുക, ഒരുപാട് പോക്സോ കേസുകൾ സംഭവിച്ചിട്ടും കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 3%-നും 30%-നും ഇടയ്ക്കാണ്. അണ്ടർമൈനിങ് കോൺഫിഡൻസ് ഇൻ ദ പോലീസ് ആൻഡ് ജുഡീഷ്യറി. ഇതുവഴി പബ്ലിക്കിന് പോലീസിലും നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുകയാണ്. നോക്കുമ്പോൾ നാട് നീളെ കുട്ടികൾക്കെതിരെ അതിക്രമമുണ്ട്. ഇതിൽ കൺവിക്ട് ചെയ്യുന്നതോ 50% പോലുമില്ല, 30%-നും താഴെ. The Sulur case prompted promises of swift action. ഈ സുലൂർ കേസ് ഒരു നല്ല ഉദാഹരണമാണ്. Prompted promises of swift action. പെട്ടെന്ന് പല നിയമ നടപടികളും സ്വീകരിക്കുമെന്നൊക്കെയുള്ള തോന്നലുകൾ ആദ്യമേ വന്നെങ്കിലും, but this is the only one case. Systemic reforms to protect vulnerable children remain elusive. 2024 the NCRB recorded 69,191 POCSO cases involving more than 70,000 child victims. 2024 NCRB, the National Crime Records Bureau,
69,199 പോക്സോ കേസാണ് ഉള്ളതെന്ന് പറഞ്ഞത്. അതിൽ തന്നെ ഏകദേശം 70,000 വിക്ടിംസ്, കുട്ടികൾ വിക്ടിംസ് ആയ കേസുകളെ കുറിച്ചാണ് പറഞ്ഞത്. പബ്ലിക് ഡിസ്ട്രസ്റ്റ് ഡിസ്കറേജസ് residents from reporting suspicions and encourage families fearing police apathy to search for missing children themselves, potentially allowing the perpetrators to hide evidence or flee. ഇനി ജനങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകളെ കുറിച്ചാണ്. പബ്ലിക് ഡിസ്ട്രസ്റ്റ്, ജനങ്ങൾക്ക് പൊതുവെ വിശ്വാസക്കുറവുണ്ട് നമ്മുടെ സിസ്റ്റത്തോട്, അല്ലേ? ഇത് കാരണം ഈ ഡിസ്കറേജസ് റെസിഡൻസ് ഫ്രം റിപ്പോർട്ടിംഗ് സസ്പീഷ്യൻസ്, ഇത് കാരണം നാട്ടുകാരും തന്നെ അവർക്ക് തോന്നുന്ന സംശയങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല. ആൻഡ് എൻകറേജസ് ഫാമിലീസ് ഫിയറിംഗ് പോലീസ് അപ്പാത്തി. പോലീസ് അപ്പാത്തി എന്ന് പറഞ്ഞാൽ, അപ്പാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിഫറൻസ്, അത് യാതൊരു വികാരവും കാണിക്കാറില്ല. പോലീസ് അപ്പാത്തി ഭയക്കുന്ന കുടുംബങ്ങൾ, അപ്പാത്തി ടു സെർച്ച് ഫോർ മിസ്സിംഗ് ചിൽഡ്രൻ ദംസെൽസ്, പൊട്ടൻഷ്യലി അലൗവിംഗ്. അപ്പൊ ഇവരുടെ ഈ ഒരു നിലപാട് കാരണം ഇറ്റ് അലൗസ് ദ പെർപെട്രേറ്റേഴ്സ് ടു ഹൈഡ് എവിഡൻസ് ഓർ ഫ്രീ. പെർപെട്രേറ്റേഴ്സ് എന്ന് വെച്ചാൽ കുറ്റം ചെയ്യുന്നവർ ഒന്നെങ്കിൽ തെളിവ് ഒളിപ്പിക്കും, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും. അൾട്ടിമേറ്റ്ലി വെൻ ദ സ്റ്റേറ്റ് ഫെയിൽസ് ടു ഡെലിവർ ഡ്യൂ പണിഷ്മെന്റ്, പലപ്പോഴും ഭരണകൂടം വേണ്ട പണിഷ്മെന്റ് കൊടുക്കാതെ ആകുമ്പോൾ ദ പീപ്പിൾ പെർസീവ് ദ പോലീസ് ടു ബി എ ബ്യൂറോക്രാറ്റിക് ഹേർഡിൽ. ജനങ്ങൾ പോലീസിനെ പിന്നെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ടു ബി എ ബ്യൂറോക്രാറ്റിക് ഹേർഡിൽ, leaving children more vulnerable. Repeatedly strengthening penalties merely suppresses reporting in most cases where the offender is familiar. കണ്ടല്ലോ, റിപ്പീറ്റഡ്ലി സ്ട്രെങ്തനിങ് പെനാൽറ്റീസ്, നമ്മൾ ശിക്ഷ കഠിനമാക്കും തോറും ഇറ്റ് സപ്രസസ് റിപ്പോർട്ടിംഗ്. പലപ്പോഴും നമ്മൾ കാണുന്ന ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നില്ല, വേർ ദ ഒഫൻഡർ ഇസ് ഫെമിലിയർ. കാരണം പലപ്പോഴും കുടുംബത്തിനകത്തുള്ള ആൾ തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. ഓക്കെ, Even the 2018 and 19 amendments to the POCSO Act. POCSO Act 2018-ലും 19-ലും വന്ന amendment, ഭേദഗതി, reacted to public outrage rather than considered evidence and focused on harsher punishment. ജനങ്ങൾക്ക് കുറ്റം ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും ശിക്ഷിച്ചാൽ മതി, കൊന്നാൽ മതി. അതുകൊണ്ട് തന്നെ 18-ലും 19-ലും വന്നിരിക്കുന്ന അമെൻമെന്റ് എല്ലാം തന്നെ പബ്ലിക് ഔട്ട്റേജ്, ജനങ്ങളുടെ രോഷത്തിനോടുള്ള പ്രതികരണമായിരുന്നു, അല്ലാതെ എവിഡൻസിനെ, അതായത് തെളിവിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നില്ല. ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഹാർഷർ പണിഷ്മെന്റ്, വലിയ ശിക്ഷകൾ കൊടുക്കുന്നതിൽ മാത്രമാണ് ആ ഭേദഗതി ശ്രദ്ധിച്ചത്. ബോത്ത് കോംപ്രിഹെൻസീവ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡേറ്റ ഓൺ റെസിഡിവിസം ആൻഡ് അനാലിസിസ് ഓഫ് വെദർ ഹാർഷർ ലീഗൽ പെനൽറ്റീസ് ആർ എഫക്റ്റീവ് ഡെറ്ററൻസ് റിമെയിൻസ് സ്കേഴ്സ്. വൈൽ ഡേറ്റ കളക്ഷൻ ഹാസ് ഇംപ്രൂവ്, ഡേറ്റ കളക്ഷൻ ഇംപ്രൂവ് ചെയ്തെങ്കിലും ദ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ കുട്ടികളുടെ വികസനം, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭ വകുപ്പ് ഹാസ് നോട്ടഡ് ദാറ്റ്, അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് അക്വിറ്റൽസ് റെയർലി ഇൻഫോം പോളിസി ചേഞ്ചസ്. ഫൈനലി സർവൈവേഴ്സ് ആൻഡ് ഫാമിലീസ് ഫേസ് സെക്കൻഡറി വിക്ടിമൈസേഷൻ ഫ്രം ഇൻസെൻസിറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസസ് ആൻഡ് മീഡിയ റിപ്പോർട്ട്സ്. പലപ്പോഴും മാധ്യമങ്ങൾ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിൽ നിന്ന് പലപ്പോഴും സർവൈവേഴ്സും അവരുടെ കുടുംബവും ഒരു വിക്ടിമൈസേഷൻ, പലപ്പോഴും അവരിരകളാവുന്ന അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. Together with the lack of policing informed by trauma responses and stigma. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, together with the lack of policing informed by trauma response and stigma, true safety continues to evade thousands of children, leaving them vulnerable to a cycle of unreported and unpunished violence. ഇതാണ് പാസേജ്. അത്യാവശ്യം അത്ര എളുപ്പമുള്ള പാസേജ് അല്ല ഞാൻ തന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കഴിഞ്ഞ കുറേ പരീക്ഷകളിലെ പാസേജ് ഞാൻ പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് എന്താ പറയുക, ഇത്തിരി ഡിഫിക്കൽട്ടി കൂടിയ പാസേജ് തന്നെയാണ്. ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ, കുറച്ച് ഇത്തിരി പ്രയാസമുള്ള പാസേജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാസേജ് വായിച്ചു. ചോദ്യം, വാട്ട് ഇസ് ദിസ് എഡിറ്റോറിയൽ ആക്ച്വലി അബൌട്ട്? ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണ്? അപ്പോൾ നിങ്ങൾ ആദ്യ വായനയിൽ നിങ്ങൾ പറയാണ് ചൈൽഡ് അബ്യൂസിനെ കുറിച്ചാണ് നിങ്ങളെന്ന് പറയുന്നതെങ്കിൽ, ഇഫ് യുവർ ആൻസർ ഇസ് ചൈൽഡ് അബ്യൂസ്, ഇറ്റ് ഇസ് റോങ്. അങ്ങനെയല്ല നിങ്ങൾ ഉത്തരം വരേണ്ടത്. നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തണത് അങ്ങനെയല്ല. നിങ്ങളുടെ വായന എങ്ങനെ പോയി എവിടെ ഉത്തരത്തിൽ വരണമെന്ന് പറഞ്ഞുതരാം. ദ എഡിറ്റോറിയൽ ഇസ് നോട്ട് മിയർലി അബൌട്ട് ചൈൽഡ് അബ്യൂസ്. ചൈൽഡ് അബ്യൂസിനെ കുറിച്ചല്ല ഇതിൽ പറയുന്നത്. പിന്നെ എന്തിനെ കുറിച്ചാണ്? ഇറ്റ് ഇസ് അബൌട്ട് സിസ്റ്റമിക് ഫെയിലിയേഴ്സ് ഇൻ പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അബ്യൂസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സെക്ഷൽ അബ്യൂസിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുന്നതിൽ ഇവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥിതി വരുത്തിയ വീഴ്ചയെ കുറിച്ചാണ്. സിസ്റ്റമിക് ഫെയിലിയർ, നമ്മുടെ വ്യവസ്ഥ പരാജയപ്പെടുന്നു കുട്ടികളെ സെക്ഷൽ അബ്യൂസിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ. ഇതിനെക്കുറിച്ചാണ്. ആൻഡ് ദിസ് ഡിസ്റ്റിങ്ഷൻ മാറ്റേഴ്സ്. നിങ്ങൾ ചോദിക്കും ഇത് രണ്ടും ഒന്നല്ലേ? നല്ല, ചൈൽഡ് അബ്യൂസ് എന്ന വിഷയത്തെ കുറിച്ചല്ല സംസാരിച്ചത്. ചൈൽഡ് അബ്യൂസിൽ
ആരും ശിക്ഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളെ രക്ഷിക്കാൻ ഇവിടുത്തെ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല എന്നതിനെ കുറിച്ചാണ് ഈ പാസേജ്. ആദ്യം മനസ്സിലാക്കുക. ആണല്ലോ, ആ ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി ടോപ്പിക്, ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താഴെ നിന്ന് മുകളിലേക്ക് വരാം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ടോപ്പിക് ഈ പറഞ്ഞാൽ നമുക്ക് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് തൽക്കാലം കൊടുത്തോളൂ. ടോപ്പിക് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആണ്. പ്രോബ്ലം, കോസസ്, ഇങ്ങനെ നമ്മൾ കുറെ 5 ലെയർ പഠിച്ചല്ലോ. നമ്മൾ ആദ്യം വായിച്ചപ്പോൾ കിട്ടിയെന്നാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ്. പ്രോബ്ലം എന്താണ്? അണ്ടർ റിപ്പോർട്ടിംഗ് ആൻഡ് വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസ്. ഈ പാസേജിൽ പറയുന്ന പ്രശ്നം എന്താണ്? അണ്ടർ റിപ്പോർട്ടിംഗ്. അതായത് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അത് വേണ്ട ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇതൊരു പ്രശ്നമാണല്ലോ. ആൻഡ് വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസ്. ഇനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ തന്നെ എന്താ സംഭവിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസ് വളരെ വീക്കാണ്. അതായത് ഇതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട, ഇതിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ട അധികാരികൾ, അവരുടെ റെസ്പോൺസ് വളരെ വീക്കാണ്, വളരെ മോശമാണ്. ഇതാണ് പ്രോബ്ലം. ഇനി വൈസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രോബ്ലങ്ങൾ നടക്കുന്നത്? ട്രസ്റ്റഡ് ഒഫൻഡേഴ്സ്, പലപ്പോഴും ഈ കുറ്റം ചെയ്യുന്നവർ കുടുംബത്തിനകത്ത് തന്നെയുള്ളവരാണ്. വീക്ക് സോഷ്യൽ നെറ്റ്വർക്ക്സ് വളരെ വീക്കാണ് നമ്മുടെ നാട്ടിൽ. പുവർ പോലീസിങ്, പോലീസ് വേണ്ടത്ര എഫിഷ്യന്റ് ആവുന്നില്ല. ജുഡീഷ്യൽ ഡിലേ, പോക്സോ കോടതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്, പക്ഷെ അതിൽ ഡിലേ വരുത്തുന്നു. അർബൻ നെഗ്ലക്ട്, ഈ പറയുന്ന പോലെ കോമൺ ക്രൈം സീനൊക്കെ പലപ്പോഴും അർബൻ ഏരിയയിൽ തന്നെയാണ് നടക്കുന്നത്, പക്ഷെ അതൊന്നും വേണ്ട ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇമ്പാക്ട് സൊല്യൂഷൻ, ആ ഇമ്പാക്ട് എന്ന് പറയുന്നത് അത് കാരണം ചിൽഡ്രൻ റിമെയിൻ വൾണറബിൾ, കുട്ടികൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ജസ്റ്റിസ് ഡിലൈഡ്, വേണ്ട ഇത് നീതി വേണ്ട സമയത്ത് ലഭിക്കുന്നില്ല. ലോ പബ്ലിക് കോൺഫിഡൻസ്, ഇത് കാരണം ജനങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ല. കണ്ടിന്യൂഡ് വയലൻസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഇവിടെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സൊല്യൂഷൻ എന്താണ്? ഓതർ പറയുന്നത് എന്താണ്? സിസ്റ്റമിക് റിഫോംസ്. നമ്മുടെ വ്യവസ്ഥയിൽ ചില പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട്. ട്രോമ ഇൻഫോംഡ് പോളിസിംഗ്, ബെറ്റർ അർബൻ പ്ലാനിങ്, നമ്മുടെ ടൗൺ പ്ലാനിങ്ങിലെല്ലാം തന്നെ കുറച്ചുകൂടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ബെറ്റർ പോളിസി മേക്കിംഗ്, പുതിയ നല്ല കുറച്ചുകൂടെ മെച്ചപ്പെട്ട നയങ്ങൾ നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 5 ലെയർ മെത്തേഡ് നമ്മൾ നോക്കി. ടോപ്പിക് എന്താണ്, പ്രോബ്ലം എന്താണ്, കോസസ് എന്താണ്, സൊല്യൂഷൻ എന്താണ്, ഓതറിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാലം നമ്മൾ പഠിച്ചു ആണല്ലോ. ഇനി റാങ്ക് ഹോൾഡേഴ്സ് ഇതിനെങ്ങനെയാണ്, ഏറ്റവും മുന്നിലെത്തുന്ന ആൾക്കാർ ഇതിനെങ്ങനെയാണ് സമീപിക്കുന്നത് നോക്കാം. ദ സീക്രട്ട് ഓഫ് റാങ്ക് ഹോൾഡേഴ്സ്, ദേ നെവർ റീഡ് ലൈൻ ബൈ ലൈൻ. ഓരോ വരി എടുത്ത് നമ്മൾ ഇങ്ങനെ കീറി മുറിച്ച് വായിക്കുകയല്ല ചെയ്യുന്നത്. ദേ റീഡ് പ്രോബ്ലം, കോസ്, ഇഫക്റ്റ്, സൊല്യൂഷൻ. ഇതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആൻഡ് ദിസ് ഇസ് ദ മെത്തേഡ് ഓഫ് റാങ്ക് ഹോൾഡേഴ്സ്. ഇങ്ങനെയാണ് നിങ്ങൾ വായിക്കേണ്ടത്. സെർച്ച് ഫോർ ദ പ്രോബ്ലം എന്താണ് ഐഡന്റിഫൈ ചെയ്യുക, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് കാരണം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ്, സൊല്യൂഷൻ. നമ്മൾ ആ 5 ലെയർ മെത്തേഡിലെ ഈ 4 ലെയർ ആണ് നിങ്ങൾ അറിയേണ്ടത്. കാരണം ആദ്യത്തെ ലെയർ എന്താണ്, ടോപ്പിക്. അത് നിങ്ങൾക്ക് കിട്ടിയല്ലോ, അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ചൈൽഡ് അബ്യൂസ് ആണ് ടോപ്പിക്. ആൻഡ് വാട്ട് ഇസ് ദ പ്രോബ്ലം, വാട്ട് ആർ ദ കോസസ്, എന്താണ് അത് കാരണം സംഭവിച്ചത്, അതിന് കൊടുക്കുന്ന സൊല്യൂഷൻ ആണ്. പിന്നെ മനസ്സിലാക്കേണ്ടത്, ആൻഡ് എവരി എഡിറ്റോറിയൽ ഫോളോസ് ദിസ് പാറ്റേൺ. ഒട്ടുമിക്ക എല്ലാ എഡിറ്റോറിയലും ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ പാസേജ് വായിച്ചല്ലോ, പാസേജ് ഞാൻ വായിച്ചു തന്നു. വാട്ട് ഇസ് ദ സെൻട്രൽ കൺസേൺ എക്സ്പ്രസ്ഡ് ബൈ ദ ഓതർ? ഇതിൽ ഓതർ പറയുന്ന പ്രധാന പ്രശ്നം എന്താണ്? വാട്ട് ഇസ് ദ സെൻട്രൽ കൺസേൺ? ഓതർ പങ്കുവെക്കുന്ന ഏറ്റവും വലിയ ആശങ്ക എന്താണ് ഈ ഒരു പാസേജിൽ? ദ ഓതർ ടോക്സ് അബൌട്ട് ചൈൽഡ് അബ്യൂസ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അങ്ങനെയല്ല നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. ഇറ്റ് ഇസ് എ വീക്ക് ആൻസർ, ഇറ്റ്സ് ടു വേഗ് അല്ലേ? ചൈൽഡ് അബ്യൂസിനെ കുറിച്ചാണോ പറയുന്നത്? കഴിഞ്ഞോ? അത്രേ ഉള്ളോ? അല്ല, അതൊരു വീക്ക് ആൻസർ ആണ്. ഇനി ഒരു റാങ്ക് സ്കോറിംഗ് ആൻസർ എങ്ങനെ എഴുതാം? കണ്ടോളൂ. ദ ഓതർ എക്സ്പ്രസസ് കൺസേൺ ഓവർ. ഇവിടെ എഴുത്തുകാരൻ പങ്കുവെക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് ഇസ് ഓവർ ദ പെർസിസ്റ്റന്റ് അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ഇന്ത്യ ആൻഡ് ഹൈലൈറ്റ്സ്. ഇതിൽ ആ പെർസിസ്റ്റന്റ് അണ്ടർ റിപ്പോർട്ടിംഗ്, ഞാനത് കോംപ്രിഹെൻഷനിൽ തന്നെ എടുത്തല്ലേ, പാസേജിൽ നിന്ന് അതുപോലെ എടുത്തത്, പക്ഷെ ഇത് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹൈലൈറ്റ്സ് ദ സിസ്റ്റമിക് ഫെയിലിയേഴ്സ് ഓഫ് ലോ എൻഫോഴ്സ്മെന്റ്. നിയമം വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല, ജുഡീഷ്യറിയുടെ പരാജയം, അർബൻ പ്ലാനിങ്ങിന്റെ പ്രശ്നങ്ങൾ, ആൻഡ് സോഷ്യൽ സപ്പോർട്ട് മെക്കാനിസംസ് ഇൻ പ്രൊട്ടക്ടിങ് വൾണറബിൾ ചിൽഡ്രൻ.
അക്രമത്തിന് വിധേയമാകാൻ സാധ്യതയുള്ള കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഉള്ള സോഷ്യൽ സപ്പോർട്ട്, ഇതിനെല്ലാം കുറിച്ചാണ് ഓതർ പങ്കുവെക്കുന്ന ആശങ്ക. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന കേവലം ഒരു വേഗായ ഉത്തരത്തിലേക്ക് നിങ്ങൾ അത് ചുരുക്കരുത്. കണ്ടല്ലോ? അപ്പൊ ചോദ്യം എന്താണ് ഈ ഉത്തരത്തിന് പ്രത്യേകത? കംപ്ലീറ്റ് അനാലിറ്റിക്കൽ ആൻഡ് യൂസസ് കീവേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കിയേ, പെർസിസ്റ്റന്റ് അണ്ടർ റിപ്പോർട്ടിംഗ് പ്രധാനപ്പെട്ട കീവേഡ്, ജുഡീഷ്യറി, അർബൻ പ്ലാനിംഗ്, സോഷ്യൽ സപ്പോർട്ട് മെക്കാനിസം. കണ്ടല്ലോ? ലോ എൻഫോഴ്സ്മെന്റ്, കീവേഡ്സ് കൃത്യമായി ഉപയോഗിച്ചു, കൃത്യമായിട്ട് എല്ലാ കീവേഡ്സും. സോ എ ഗുഡ് ആൻസർ ഷുഡ് കണ്ടെയ്ൻ ടോപ്പിക് പ്ലസ് പ്രോബ്ലം പ്ലസ് കോണ്ടെക്സ്റ്റ്. ഈ രീതിയിൽ വേണം നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. പ്രശ്നം ഏത് അവസ്ഥയെക്കുറിച്ചാണ്, ആ പ്രശ്നത്തെ ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഓതർ സംസാരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരണം. മനസ്സിലായല്ലോ? ഇതാണ് റാങ്ക് സ്കോറിംഗ് ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Question 2. Why does the author argue that harsher punishments alone are insufficient? നല്ലൊരു ചോദ്യമാണ്. കുട്ടികൾക്കെതിരെ ഇവിടെ ലൈംഗിക അതിക്രമം നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ തെളിയുന്ന കുറ്റം തെളിഞ്ഞവർക്കെതിരെ എല്ലാം വലിയ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ പോരെ? അവരെല്ലാവരെയും തൂക്കിക്കൊന്നാൽ പോലെ, അല്ലെങ്കിൽ തലവെട്ടി കളഞ്ഞാൽ പോരെ? അപ്പൊ എന്തുകൊണ്ടാണ് ഓതർ പറയുന്നത് ഹാർഷർ പണിഷ്മെന്റ്സ് എലോൺ ആർ ഇൻസഫിഷ്യന്റ്? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിൽ സ്ട്രിക്റ്റ് ആയ പണിഷ്മെന്റ്സ് അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഓതർ പറയാൻ കാരണം എന്താണ്? ഉത്തരം കണ്ടോളൂ. എങ്ങനെ ഒരു മികച്ച ഉത്തരം എഴുതാം, സിമ്പിൾ ആയിട്ട് കീവേഡ്സ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം കണ്ടോളൂ. ദ ഓതർ ആർഗ്യൂസ് ദാറ്റ്, ഓതർ പറയുന്നു, ദ ഹാർഷർ പണിഷ്മെന്റ്സ് എലോൺ ആർ ഇൻഎഫക്റ്റീവ്. ഹാർഷർ പണിഷ്മെന്റ്സ് കൊണ്ട് മാത്രം കാര്യമില്ല. കണ്ടില്ല? ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് ഉത്തരം തുടങ്ങിയത്. സിമ്പിൾ ആണ്. ബിക്കോസ്, കാരണം, മോസ്റ്റ് ഒഫൻഡേഴ്സ് ആർ നോൺ ടു ദ വിക്ടിം. കാരണം പലപ്പോഴും ഈ കുറ്റം ചെയ്യുന്ന ആൾക്കാർ കുടുംബത്തിലുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും. വിക്ടിമിന് അടുത്തറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഒഫൻഡേഴ്സ്, കുറ്റം ചെയ്യുന്നത്. ഫാമിലീസ് മേ ഹെസിറ്റേറ്റ് ടു റിപ്പോർട്ട് സച്ച് കേസസ്. കുടുംബങ്ങൾ അതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് അവർ പിന്തിരിയും. ഇഫ് സിവിയർ പെനാൽറ്റീസ് ആർ ഇൻവോൾവ്, വലിയ വലിയ ശിക്ഷയാണ് അയാൾക്ക് കിട്ടാമോ എന്നറിയുമ്പോൾ പലപ്പോഴും കുടുംബങ്ങൾ അതിൽ നിന്ന് പിന്തിരിയും. മനസ്സിലായി? ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ സ്വന്തം അച്ഛൻ മകൾക്കെതിരെ ലൈംഗിക അതിക്രമണം നടത്തുമ്പോൾ ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അമ്മമാർ വിചാരിക്കും അയാൾക്കത് വലിയ ശിക്ഷ കിട്ടും, എന്നാൽ ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. മോർ ഓവർ, there is insufficient evidence proving that stricter punishment significantly deter such crimes. മാത്രമല്ല, there is insufficient evidence, വേണ്ടത്ര തെളിവുകളൊന്നും ലഭ്യമല്ല, proving that stricter punishment significantly deter such crimes. വലിയ വലിയ പണിഷ്മെന്റുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവും എന്ന് പറയാൻ തക്കായ തെളിവൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിലൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നതാണ്, അവരെ കൊന്നുകളയണം, തൂക്കികളയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട എപ്പോഴും ജനറലായിട്ട് വേണം പറയണം, അങ്ങനെ തൂക്കിക്കൊന്നുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഇല്ലാതാക്കിയത് കൊണ്ടോ ഒരിക്കലും ഇത് നടക്കാതിരിക്കത്തില്ല. 21-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ലോകത്ത് തൂക്കിക്കൊന്നത് ഇന്ത്യയിലാണ്. അതും ഈ പറഞ്ഞ റേപ്പ് കേസിൽ ഒരു പ്രതിയാണ്. എന്നിട്ട് ഇവിടെ റേപ്പ് അവസാനിച്ചു? ഒരിക്കലുമില്ല. മനസ്സിലായി? അപ്പോൾ വെൽ ബാലൻസ്ഡ് ആൻസർ ഇങ്ങനെ വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യം, വെൻ എവർ ആസ്ക്ഡ് വൈ എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാ വൈ ചോദ്യത്തിൽ വരികയാണെങ്കിൽ ആൻസർ വിത്ത് ഇതായിരിക്കണം നിങ്ങളുടെ ഫോർമുല, ബിക്കോസ് പ്ലസ് എവിഡൻസ് പ്ലസ് റിസൾട്ട്. ഇപ്പൊ ചോദ്യം എങ്ങനെയാണ് തുടങ്ങിയത്? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം തുടങ്ങിയത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എവിഡൻസ് കൃത്യമായി പറഞ്ഞ് റിസൾട്ടും പറയണം. വൈ, എന്തുകൊണ്ടെന്നുള്ള വൈ ചോദ്യത്തിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഉത്തരം വരേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് മിസ്കൺസെപ്ഷൻ തെറ്റിദ്ധാരണ റിഗാർഡിംഗ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഡസ് ദ എഡിറ്റോറിയൽ ചാലഞ്ച്? അപ്പൊ ഈ എഡിറ്റോറിയൽ വെല്ലുവിളിക്കുന്ന തെറ്റിദ്ധാരണ ഏതാണ്? അതായത് ഏതോ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ പരക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണയെ ഈ എഡിറ്റോറിയൽ വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പൊ ചൈൽഡ് സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട ഏത് തെറ്റിദ്ധാരണയാണ് ഇവിടെ വെല്ലുവിളിക്കപ്പെടുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, നല്ല ഉത്തരം നമുക്ക് എങ്ങനെ വരുത്താൻ നോക്കും. ദ എഡിറ്റോറിയൽ ചലഞ്ചസ്, എഡിറ്റോറിയൽ വെല്ലുവിളിക്കുന്നത്, അങ്ങനെ തന്നെയല്ലേ തുടങ്ങിയത്? എഡിറ്റോറിയൽ ചലഞ്ചസ് അവിടുന്ന് തന്നെ തുടങ്ങുകയാണ്.
ചലഞ്ചസ് ദ വൈഡ് സ്പ്രെഡ് ബിലീഫ്, പരക്കെയുള്ള ഒരു വിശ്വാസത്തെയാണ് ഇവിടെ ഈ എഡിറ്റോറിയൽ വെല്ലുവിളിക്കുന്നത്. ആ വിശ്വാസം എന്താണ്? ദാറ്റ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇസ് പ്രൈമർലി കമ്മിറ്റഡ് ബൈ സ്ട്രേഞ്ചേഴ്സ്. പൊതുവായിട്ട് ജനങ്ങൾക്ക് ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ ഒരു മുൻവിധിയുണ്ട്. സ്ട്രേഞ്ചേഴ്സ്, തീർത്തും അപരിചിതരായ ആൾക്കാരാണ് കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നത്. ഇറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് ഓവർ 90% ഓഫ് ഒഫൻഡേഴ്സ്, 90% കുറ്റവാളികൾ, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളിലെ 90% കുറ്റവാളികളും ബിലോങ് ടു ദ വിക്ടിംസ് ട്രസ്റ്റഡ് സോഷ്യൽ സർക്കിൾസ്. ആ വിക്ടിമിന് അറിയാവുന്ന സർക്കിളിൽ നിന്നുള്ള, ആ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് പലപ്പോഴും, ഇൻക്ലൂഡിങ് റിലേറ്റീവ്സ് ആൻഡ് അക്വൈൻറ്റൻസസ്, പലപ്പോഴും ബന്ധുക്കളും പരിചയക്കാരുമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്ത് തെറ്റിദ്ധാരണയാണ് ഇവിടെ ഈ എഡിറ്റോറിയൽ പൊളിച്ചത്? അതായത് പലപ്പോഴും കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ അബ്യൂസ് നടത്തുന്നത് സ്ട്രേഞ്ചേഴ്സ് ആണെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവിടെ പൊളിച്ചത്. എവിഡൻസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 90% ഒഫൻഡേഴ്സും വിക്ടിമിന്റെ റിലേറ്റീവ്സോ അക്വൈൻറ്റൻസോ പരിചയക്കാരോ ബന്ധുക്കളോ ആവുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിരുന്നു അത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, വെൻ എവർ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പിയർ, എപ്പോഴൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നാലും, അതായത് കണക്കുകൾ വന്നാലും, പലപ്പോഴും ഈ പാസേജുകളിലൊക്കെ എപ്പോഴും എല്ലാ കോമ്പറേഷൻ പാസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തെങ്കിലും കാണും. എപ്പോഴൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നാലും നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, വൈ ഡിഡ് ദ ഓതർ ഇൻക്ലൂഡ് ദി സ്റ്റാറ്റിസ്റ്റിക്? എന്തിനാണ് ഈ കണക്ക് ഇവിടെ ഉൾപ്പെടുത്തിയത്? നോട്ട് വാട്ട് ഇസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്. എങ്ങനെയാണ് നമ്മൾ ആ ഉത്തരത്തിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചത്? എന്തിന്? അല്ലാതെ എന്താണെന്നല്ല പറഞ്ഞത്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോട്ട് ചെയ്തു, സമ്മതിക്കുന്നു. ചോദ്യം എന്താണ്? എന്തിന് ഇത് ഉൾപ്പെടുത്തി? ആ എന്തിനു എന്നുള്ള ചോദ്യമായിരിക്കണം നമ്മൾ ഉത്തരത്തിലേക്ക് എടുത്തിടേണ്ടത്. നമ്മളിപ്പോൾ അങ്ങനെയല്ല ഉപയോഗിച്ചത്. 90% ഒഫൻഡേഴ്സും കുട്ടികളുടെ ബന്ധുക്കളായിട്ട് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആ ഉദ്ദേശമാണ് നമ്മളിവിടെ ഉത്തരമാക്കി മാറ്റിയത്. 4ാമത്തെ ചോദ്യം, ഹൗ ഡസ് പബ്ലിക് ഡിസ്ട്രസ് കോൺട്രിബ്യൂട്ട് ടു ദ പ്രോബ്ലം? ജനങ്ങളുടെ വിശ്വാസമില്ലായ്മ. ജനങ്ങൾ ഈ സിസ്റ്റത്തെ വിശ്വസിക്കുന്നില്ല, പോലീസിനെ വിശ്വസിക്കുന്നില്ല. ജനങ്ങളുടെ വിശ്വാസക്കുറവ് എത്രത്തോളം ഈ പ്രശ്നത്തെ വലുതാക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളും പോലീസും സിസ്റ്റവും എല്ലാവരോടും ഒരുമിച്ച് നിന്നാലേ ചെറുത്ത് തീർക്കാൻ പറ്റത്തുള്ളൂ, സംശയമൊന്നുമില്ല. പക്ഷെ ജനങ്ങളുടെ വിശ്വാസക്കുറവ് എങ്ങനെയാണ് ഈ പ്രശ്നത്തെ വലുതാക്കുന്നത്? നമുക്ക് നോക്കാം. പബ്ലിക് ഡിസ്ട്രസ് discourages the reporting of suspected abuse and leads families to search for missing children independently instead of approaching authorities. ജനങ്ങളുടെ വിശ്വാസക്കുറവ് കാരണം it discourages the reporting of suspected abuse. ഒരു അബ്യൂസ് നടന്നു എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ മടിക്കും, ഇല്ലേ? ആൻഡ് ലീഡ്സ് ഫാമിലീസ്, അത് കാരണം കുടുംബങ്ങൾ തന്നെ എന്ത് ചെയ്യും? ദേ സെർച്ച് ഫോർ മിസ്സിംഗ് ചിൽഡ്രൻ. കുട്ടികളെ തിരക്കി ഇറങ്ങും, കുട്ടികളെ കാണാതായ കുടുംബങ്ങൾ തന്നെ തിരക്കി ഇറങ്ങും, ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റെഡ് ഓഫ് അപ്രോച്ചിങ് അതോറിറ്റീസ്. കാരണം ജനങ്ങൾക്ക് പലപ്പോഴും ഈ പറഞ്ഞ പോലീസിന് വിശ്വാസമില്ല. പലപ്പോഴും വിക്ടിംസിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ കാരണമാണ്. ഇപ്പോൾ നമ്മുടെ മലയാളത്തൊക്കെ എത്രയോ സിനിമകൾ, ഇപ്പൊ നേര് എന്ന സിനിമയിൽ അതിനകത്തൊരു രംഗമുണ്ട്. നിങ്ങൾ പോലീസിനെ അറിയിച്ചതിന് ശേഷം ആ കുട്ടിയുടെ അച്ഛൻ വന്നപ്പോൾ എന്താ പറയുക, എന്നെ വഴക്ക് പറയാണ് ചെയ്തത്, എന്തിനാണ് അറിയിച്ചത്? കാരണം എന്താ? ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ വരത്തൻ സിനിമയിൽ ഫഹദ് ഫാസിൽ പറയും, നമുക്ക് പോലീസിന്റെ അടുത്ത് പോകാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നായിക പറയുന്നതാണ്, ഇനി പോലീസിന്റെ വെർബൽ റേപ്പും കൂടെ അനുഭവിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ പെട്ടെന്ന് ഈ ഒരു ചോദ്യം വന്നപ്പോൾ എനിക്ക് തന്നെ 3-4 ഉത്തരങ്ങൾ നമ്മുടെ സിനിമകളിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റി. കാരണം എന്താണ്? ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് പലപ്പോഴും ഈ സിസ്റ്റത്തെ വിശ്വാസമില്ല. മനസ്സിലായി? അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. പലപ്പോഴും സിസ്റ്റത്തിൽ നിന്ന് ഈ വിക്ടിംസിനും അവരുടെ കുടുംബങ്ങൾക്കും കിട്ടുന്ന അനുഭവങ്ങൾ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെയാണ്, അതില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ പബ്ലിക് ഡിസ്ട്രസ്റ്റ് ഡിസ്കറേജസ് ദ റിപ്പോർട്ടിംഗ് ഓഫ് സസ്പെക്ടഡ് അബ്യൂസ്. പലപ്പോഴും അബ്യൂസ് നടക്കുമ്പോൾ ആ സംശയം പോലും റിപ്പോർട്ട് ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് ഈ ജനങ്ങളുടെ വിശ്വാസക്കുറവാണ്. അത് കാരണം കുട്ടികളെ കാണാതാവുമ്പോൾ കുടുംബങ്ങൾ തന്നെ തപ്പിയിറങ്ങും, പോലീസിനെ അറിയിക്കത്തുമില്ല. അത് കാരണമുള്ള കുഴപ്പം എന്നാണ്, ദിസ് മേ പ്രൊവൈഡ് ഒഫൻഡേഴ്സ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ടു ഡിസ്ട്രോയ് എവിഡൻസ് ഓർ എസ്കേപ്പ്. ഇത് കാരണം കുറ്റം ചെയ്തവർക്ക് തെളിവ് നശിപ്പിക്കാനും രക്ഷപ്പെടാനുമുള്ള അവസരമാണ് കിട്ടുന്നത്. thereby weakening the chances of justice. അങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെയാണ് നീതി കിട്ടാതിരിക്കുന്നത്. ജനങ്ങൾ അകന്നു നിന്ന് കഴിഞ്ഞാൽ അത് സഹായിക്കുന്നത് കുറ്റം ചെയ്യുന്ന ആൾക്കാരെയാണ്. അവർ രക്ഷപ്പെടാനാണ് മാത്രമേ അത് സഹായിക്കൂ. ഓക്കെ, ആൻഡ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ ആൻസർ ഇസ് നോട്ട് കോപ്പീഡ്. അല്ലേ? ഈ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഈ ഒരു സംഭവം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും പാസേജിലുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ കോപ്പി ചെയ്തതല്ല, ഇറ്റ് ഇസ് പാരഫ്രൈസ്ഡ്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഏൺ മാർക്സ്. നിങ്ങൾക്ക് മാർക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ നോക്കുന്നത്. പാരഫ്രൈസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, 5ാമത്തെ ചോദ്യം സിമ്പിൾ ആണ്.
സജസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ്. ആ പാസേജിന് ഒരു ടൈറ്റിൽ കൊടുക്കും. സിമ്പിൾ ചോദ്യമാണ്. വീക്ക് ടൈറ്റിൽ ചൈൽഡ് അബ്യൂസ്. സാധാരണ ആൾക്കാർ ചെയ്യുന്നതാണ്. ചൈൽഡ് അബ്യൂസ്, ഇറ്റ്സ് ടു ബ്രോഡ് ആൻഡ് ടു വേഗ്. അതൊരു വീക്ക് ടൈറ്റിലാണ്. ബെറ്റർ ടൈറ്റിൽ എന്താണ് നോക്കിയേ, പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ബിയോണ്ട് പണിഷ്മെന്റ്. ശിക്ഷയ്ക്കും അതീതമായി കുട്ടികൾക്കുള്ള സംരക്ഷണം, കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ആവശ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ടൈറ്റിലാണ്. ഇനി ഒരു എക്സലന്റ് ടൈറ്റിൽ പറയാം, ചൈൽഡ് സെക്ഷുവൽ അബ്യൂസ് ഇൻ ഇന്ത്യ, ദ നീഡ് ഫോർ സിസ്റ്റമിക് റിഫോം. ആ പാസേജിന്റെ മുഴുവൻ ആത്മാവും ഈ ടൈറ്റിലുണ്ട്. ചൈൽഡ് സെക്ഷുവൽ അബ്യൂസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ചൈൽഡ് സെക്ഷുവൽ അബ്യൂസ്, ദ നീഡ് ഫോർ സിസ്റ്റമിക് റിഫോം, നമ്മുടെ വ്യവസ്ഥിതിയിൽ വരുത്തേണ്ട പരിഷ്കരണങ്ങൾ എന്നും പറഞ്ഞ് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. ഈ രണ്ട് ടൈറ്റിൽ ഇപ്പോൾ ഈ ടൈറ്റിലേക്കാൾ ബെറ്റർ ടൈറ്റിൽ വേർഡ്സ് നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ കം അപ്പ് വിത്ത് ബെറ്റർ ടൈറ്റിൽസ് അത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ കോംപ്രിഹെൻഷൻ പാസേജ് എങ്ങനെയാണ് എഡിറ്റോറിയൽ നിന്ന് നമ്മളൊരു കോംപ്രിഹെൻഷൻ പാസേജും അതിൽ നിന്നൊരു 5 ചോദ്യം ഉണ്ടാക്കി അതെങ്ങനെയാണ് 5 ചോദ്യത്തിലേക്ക് എത്തണമെന്നെല്ലാം പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത തുടർന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കുക, ഈ വരാൻ പോകുന്ന ഡിസംബറിൽ തന്നെ മോസ്റ്റ് പ്രോബബ്ലി 99% കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഡിസംബർ ആണല്ലോ പലപ്പോഴും PSCയുടെ ഒക്കെ ഒരു നോട്ടിഫിക്കേഷൻ ടൈം. അത് വെച്ചിട്ട് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഈ ഒരു ടൈമിൽ വരാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി നമ്മുടെ ബാച്ച് 4 സ്റ്റാർട്ട് ചെയ്ത് അതിൽ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. ഫുൾ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും കംപ്ലീറ്റ് സിലബസ് കവറേജും അതും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഡിസ്ക്രിപ്റ്റീവ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്കറിയാലോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കേവലം ജനറൽ ഇംഗ്ലീഷ് പഠിക്കുക, പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക, മാത്സ് പഠിക്കുക എന്നത് മാത്രമല്ല, ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്കും ഏറ്റവും നല്ല രീതിയിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ട്രെയിനിങ് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. മനസ്സിലായി? ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും അതുപോലെ റാങ്ക് ലിസ്റ്റ് ഇവാലുവേഷൻ, പിന്നെ മോഡൽ എക്സാം, ടോപ്പിക് വൈസ് റിവിഷനും അതുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് സെഷൻസ് ആണ്. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഈ നടത്തിയ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളൊരു എഡിറ്റോറിയൽ എടുത്ത് അത് വായിച്ച് അതിനകത്ത് നിന്ന് കോംപ്രിഹെൻഷൻ നമ്മൾ ചെയ്ത് ഇനി നമ്മൾ പോകുന്ന പ്രസിയിലേക്കാണ്. പ്രസിയിലേക്ക് പോയി അവിടെയും തീരുന്നില്ല, ആ കോംപ്രിഹെൻഷനിൽ നിന്ന് നമ്മൾ വൊക്കാബുലറിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വെടിക്ക് ഒരു പക്ഷിയല്ല, ഒരു വെടിക്ക് അനവധി പക്ഷികളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്ക്രിപ്റ്റീവ് ട്രെയിനിങ്ങിന്റെ സെഷൻസ് പോകുന്നതെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം തന്നെ. ഓക്കെ, അടുത്തത് ദ 7 ഗോൾഡൻ റൂൾസ് ഓഫ് കോംപ്രിഹെൻഷൻ. പ്രസിയിലേക്ക് പോകുന്നതിന് മുമ്പ് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട 7 നിയമങ്ങൾ. 1, ഓൾറെഡി ഞാൻ പറഞ്ഞു, നെവർ കോപ്പി ബ്ലൈൻഡ്ലി. ബ്ലൈൻഡ് ആയിട്ട് ആ സെന്റൻസുകൾ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. റീറൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്, സ്വന്തം വാക്കിൽ റീറൈറ്റ് ചെയ്യുക. 2ാമത്തെ റൂള്, ആൻസർ ഓൺലി വാട്ട് ഇസ് ആസ്ക്ഡ്. എന്ത് ചോദിച്ചോ അതിന് മാത്രമേ നിങ്ങൾ ഉത്തരം എഴുതാവുള്ളൂ. ഇഫ് ആസ്ക്ഡ് വൈ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എന്ന് എഴുതരുത്. ചോദ്യം എന്നാണ് എന്തുകൊണ്ട്, അതിന് മാത്രം ഉത്തരം എഴുതുക. അല്ലാതെ വാട്ട്, ഇപ്പൊ വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് എന്നുള്ളതിന്റെ ഉത്തരം എഴുതരുത്. ഓക്കെ. റൂൾ നമ്പർ 3, യൂസ് കീവേഡ്സ് ഫ്രം ദ പാസേജ്. ഇപ്പോൾ 4 ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയപ്പോഴും പാസേജിൽ നിന്ന് കൃത്യമായിട്ടുള്ള കീവേഡ്സ് എടുത്ത് ഞാൻ പ്രസന്റ് ചെയ്തിരുന്നു. നോക്കിയേ, ഇപ്പൊ ഈ ഒരു പാസേജ് ആണെങ്കിൽ അണ്ടർ റിപ്പോർട്ടിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ, സെക്കൻഡറി വിക്ടിമൈസേഷൻ, ട്രോമ ഇൻഫോംഡ് പോളിസിംഗ്, ഇതുപോലുള്ള കീവേഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രസസ് എക്സാമിനേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കൊണ്ട് തരുന്ന കാര്യങ്ങളാണ്. 4ാമത്തെ റൂൾ, അവോയ്ഡ് പേഴ്സണൽ ഒപ്പീനിയൻസ്. എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ടേക്ക് ആൻ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡ്, ടേക്ക് എ ന്യൂട്രൽ സ്റ്റാൻഡ് ആൻഡ് ഗിവ് എ ബാലൻസ്ഡ് വ്യൂ. ഒരിക്കലും ഐ തിങ്ക് ദ ഗവൺമെന്റ് ഇസ് ബാഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിക്കുന്നു, ഇങ്ങനെയാണെന്നും എഴുതരുത്. ദ ഓതർ സജസ്റ്റ് ദാറ്റ് എക്സിസ്റ്റിംഗ് മെഷേഴ്സ് ആർ ഇൻഎഡിക്വേറ്റ്, ഇങ്ങനെ വേണം എഴുതാൻ. ഇപ്പോ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്, അതിനർത്ഥം ഐ തിങ്ക് ദ ഗവൺമെന്റ് ഇസ് ബാഡ്, ഭരണകൂടം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നൊരിക്കലും എഴുതരുത്. ഇവിടെ നിങ്ങളുടെ ഒപ്പീനിയൻ പറയേണ്ട സ്ഥലമല്ല കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ദ ഓതർ സജസ്റ്റ് ദാറ്റ്, ഓതർ പറയുന്നു ദ എക്സിസ്റ്റിംഗ് മെഷേഴ്സ് ആർ ഇൻഎഡിക്വേറ്റ്. ഇപ്പൊ നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് മാത്രം നമുക്കൊരു നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ എഴുതാം. റൂൾ നമ്പർ 5, യൂസ് ദ PEE ഫോർമുല. എന്താണ് ഈ PEE ഫോർമുല? പോയിന്റ് എവിഡൻസ് എക്സ്പ്ലനേഷൻ. ഇങ്ങനെ വേണം ഉത്തരങ്ങൾ എഴുതാൻ. അതായത് ആൻസർ സ്റ്റേറ്റ് ചെയ്യുക,
സപ്പോർട്ട് ഫ്രം ദ പാസേജ്, അതിന് വേണ്ട തെളിവ് പാസേജിൽ നിന്ന് എടുത്തു കൊടുക്കുക, അതിന്റെ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്താണ് PEE ഫോർമുല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചിരിക്കണം. മനസ്സിലായി? ഇതെല്ലാം പരിശീലിച്ചാണ് നിങ്ങൾ അതിലേക്ക് എത്തുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ദ ഓതർ ആർഗ്യൂസ് ദാറ്റ് പബ്ലിക് ഡിസ്ട്രസ്റ്റ് വേഴ്സൺസ് ദ പ്രോബ്ലം. അത് പോയിന്റ്. ഓതർ പറയുന്നു ജനങ്ങളുടെ വിശ്വാസമില്ലായ്മ ഈ പ്രശ്നത്തെ വഷളാക്കുന്നു. അത് പോയിന്റ്. അടുത്ത എന്താ വേണ്ടത്? എവിഡൻസ്. ഫാമിലീസ് അവോയ്ഡ് റിപ്പോർട്ടിംഗ് കേസസ് ബിക്കോസ് ദേ ഫിയർ പോലീസ് അപ്പത്തി. പോലീസിന്റെ ഇടപെടൽ അവർ ഭയക്കുന്നത് കൊണ്ട് തന്നെ അവർ റിപ്പോർട്ടിംഗ് ചെയ്യാറില്ല. അത് എവിഡൻസ്, പാസേജിൽ നിന്ന് തന്നെ എടുത്തു. ദിസ് അലൗ, ഇത് കാരണം ഒഫൻഡേഴ്സ് ദേ ഇവേഡ് ജസ്റ്റിസ്, അവർ ഈ പറയുന്ന നീതിപീഠത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും. ആൻഡ് ഇൻക്രീസസ് ചിൽഡ്രൻസ് വൾണറബിലിറ്റി, ഇത് കാരണം കുട്ടികളുടെ അവസ്ഥ അതുപോലെ തന്നെ തുടരും. അത് എക്സ്പ്ലനേഷൻ. കണ്ടല്ലോ, ഇതാണ് PEE ഫോർമുല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ അത് തന്നെ മുമ്പോട്ട് പോകണം, അത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകണം. റൂൾ നമ്പർ 6, 1 ക്വസ്റ്റ്യൻ 1 കോർ ID. ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നെങ്കിൽ ആ പാസേജിലെ ഒരു ആശയത്തെ കുറിച്ചായിരിക്കും ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഒരു ചോദ്യത്തിൽ ഒരു ആശയമേ ഉണ്ടാകത്തുള്ളൂ. സോ ഡു നോട്ട് റൈറ്റ് എവറിത്തിങ് യു നോ. നിങ്ങൾക്കറിയാവുന്ന പാസേജിൽ നിന്ന് മനസ്സിലായ എല്ലാ കാര്യങ്ങളും അതിനകത്തോട്ട് നിങ്ങൾ എഴുതി വെക്കരുത്. ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരാശയമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. എപ്പോഴും അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. ദ ഫൈനൽ റൂൾ, അണ്ടർലൈൻ കീവേഡ്സ്. ഫസ്റ്റ് റീഡിങ്ങിൽ അതിന്റെ ആവശ്യമില്ല. രണ്ടാമത് വൈൽ സ്കാനിങ്, നിങ്ങൾ സ്കാൻ ചെയ്ത് ഉത്തരത്തിൽ എത്തുമ്പോൾ അണ്ടർലൈൻ, പ്രോബ്ലം, കോസ്, ഇഫക്റ്റ്, സൊല്യൂഷൻ, ഇത് അണ്ടർലൈൻ ചെയ്തു പോകണം. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞാണ് 5 ലെയർ എന്താണ്. അതിലെ ഈ 4 ലെയർ അണ്ടർലൈൻ ചെയ്തു പോകണം. ആൻഡ് ദീസ് 4 കാറ്റഗറീസ് ആൻസർ ഓൾമോസ്റ്റ് എവറി കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. ഈ 4 കാറ്റഗറി അണ്ടർലൈൻ ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു കോംപ്രിഹെൻഷനിൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പിടികിട്ടും, ഒരു സംശയമില്ല. ഓക്കെ, ഇനി അടുത്തത് പ്രസ്സിയിലേക്ക് കടക്കാൻ പോവാണ് നമ്മൾ. ഇപ്പൊ കോംപ്രിഹെൻഷൻ നമ്മൾ പഠിച്ചു. ഇപ്പൊ ആ പാസേജ് നമുക്ക് നല്ലപോലെ വായിച്ച് ഉത്തരങ്ങളും കൂടെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായ ഒരു ധാരണയാണ് എന്താണ് ഈ പാസേജിൽ പറയുന്നത്. ആണല്ലോ, കോംപ്രിഹെൻഷൻ കഴിഞ്ഞിട്ടേ പ്രസ്സിയിലേക്ക് പോകാൻ പറ്റും. കാരണം പ്രസ്സി എഴുതണമെങ്കിൽ നമുക്കൊരു പാസേജ് വായിച്ച് കൃത്യമായ അർത്ഥം നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ പാസേജ് വായിച്ചു, 5 ചോദ്യങ്ങളിലൂടെ നമ്മൾ ആ ഉത്തരങ്ങളെല്ലാം എഴുതി, ഒന്നും കൂടെ നമുക്ക് ആ പാസേജിൽ എന്താണ് പറഞ്ഞെന്നുള്ള കാര്യം ഇപ്പൊ നമ്മുടെ തലയിലുണ്ട്. ഇനി പ്രസ്സിയിലേക്ക് പോകും. കോംപ്രിഹെൻഷനും പ്രസ്സിയും ട്വിൻസ് ആണ്. ഓക്കെ, അവർ ഇരട്ടപ്പറ്റതാന്ന് തന്നെ വിചാരിച്ചു. എ സ്റ്റുഡന്റ് ഹു കനോട്ട് ആൻസർ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി കനോട്ട് റൈറ്റ് എ ഗുഡ് പ്രസ്സി. കോംപ്രിഹെൻഷൻ പാസേജ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ പറ്റാത്ത ഒരു കുട്ടിക്കും പ്രസ്സി നല്ലപോലെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഉയർത്തിയാൽ മാത്രമേ നിങ്ങൾക്കൊരു ഗുഡ് പ്രസ്സി റൈറ്റർ ആവാൻ സാധിക്കൂ. ആണല്ലോ, കാരണം എന്താണെന്നറിയോ? കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് വെദർ യു അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് മനസ്സിലായോ ആ പാസേജ് എന്നതാണ് കോംപ്രിഹെൻഷനിലൂടെ പരീക്ഷിക്കുന്നത്. പ്രസ്സി എന്ന് പറയുന്നത് ടെസ്റ്റ് വെദർ യു അണ്ടർസ്റ്റുഡ് ഇനഫ് ടു സമ്മറൈസ്, അത് ചുരുക്കാൻ പാകത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ, അതാണ് പ്രസ്സിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് രണ്ടും ട്വിൻസ് ആണ്. പക്ഷേ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഒരു നല്ല പ്രസ്സി റൈറ്റർ ആവാൻ സാധിക്കൂ. ഇനി നമുക്കിനി ലെറ്റ്സ് ഡു എ സയന്റിഫിക് ഡിസെക്ഷൻ ഓഫ് ദി എഡിറ്റോറിയൽ. നമ്മൾ പ്രസ്സി റൈറ്റിംഗിലേക്ക് കിടക്കും. ആ എഡിറ്റോറിയൽ ഒന്നുകൂടെ നമുക്ക് കീറി മുറിക്കാം. കാരണം നമ്മൾ ഇനി അത് ചുരുക്കാൻ പോവുകയാണല്ലോ. ദ ബിഗസ്റ്റ് പ്രോബ്ലം, ഇത്തരം എഡിറ്റോറിയൽസ് വായിച്ച് അത് ചുരുക്കാൻ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കുട്ടികൾ ചെയ്യുന്ന തെറ്റ്, മോസ്റ്റ് സ്റ്റുഡൻസ് റൈറ്റ് എ പ്രസ്സി ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് പലരും എഴുതുന്നത്. സ്റ്റെപ്പ് 1 അവർ പാസേജ് വായിക്കും. സ്റ്റെപ്പ് 2 കുറച്ച് റാൻഡം സെന്റൻസ് ഡിലീറ്റ് ചെയ്യും. സ്റ്റെപ്പ് 3 ബാക്കിയുള്ള സെന്റൻസ് അതുപോലെ കോപ്പി ചെയ്ത് വെക്കും. തെറ്റാണ്. വീണ്ടും വീണ്ടും പറയാണ്, ഡോണ്ട് കോപ്പി, പാരഫ്രൈസ് ആൻഡ് റീറൈറ്റ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരിക്കലും കോപ്പി ചെയ്ത് വെക്കരുത്. എല്ലാവരും ചെയ്യുന്ന തെറ്റെന്താണ്? വായിക്കുന്നു, കുറെയൊക്കെ വെട്ടിക്കളയുന്നു, ബാക്കിയുള്ള സെൻസ് അതുപോലെ കോപ്പി ചെയ്ത് വെക്കുന്നു. കാരണം ദാറ്റ് ഇസ് സെന്റൻസ് കട്ടിങ്. സെന്റൻസ് കട്ടിങ് അല്ല നമുക്ക് വേണ്ടത്. ഇറ്റ് ഇസ് നോട്ട് പ്രസ്സി റൈറ്റിംഗ്. നിങ്ങൾ ഈ ഒരു മെത്തേഡാ ചെയ്തെങ്കിൽ ദാറ്റ് ഇസ് സെന്റൻസ് കട്ടിങ്, നോട്ട് പ്രസ്സി റൈറ്റിംഗ്. നിങ്ങൾ ചെയ്യേണ്ടത് പ്രസ്സിയാണ് ചെയ്യേണ്ടത്. ആശയം, അതിന്റെ എസെൻസ് നഷ്ടപ്പെടാതെ അത് ചുരുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? ദ സർജൻ മെത്തേഡ്, സർജറി മെത്തേഡ്. ഓൾറെഡി പല ക്ലാസ്സുകളിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇമാജിൻ ദ പാസേജ് ഇസ് എ ഹ്യൂമൻ ബോഡി.
നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ആ പാസേജ് ഒരു മനുഷ്യ ശരീരമാണ്. എ സർജൻ ഡസ് നോട്ട് ത്രോ അവേ റാൻഡം ഓർഗൻസ്. വേണ്ടാത്ത സാധനം എടുത്ത് നമ്മൾ കളയില്ലല്ലോ. ലൈക്ക് ഹാർട്ട്, സ്കെലിറ്റൻ, ബ്ലഡ്, ബ്രെയിൻ, ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള സാധനം. ദെൻ റിമൂവ്സ് അൺനെസസറി മെറ്റീരിയൽ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ നമ്മൾ നിലനിർത്തുക. പ്രസി റൈറ്ററും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ആ പാസേജിന് നിലനിൽക്കാൻ വേണ്ട സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിലനിർത്തുക. അൺനെസസറി ആയ എല്ലാം എടുത്ത് തട്ടിക്കളയുക. അത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് 1, ഐഡന്റിഫൈ ദ പാസേജ് സ്ട്രക്ചർ. ഇനി നമ്മൾ പാസേജ് വായിച്ചു. ഇനി നമുക്ക് ആ പാസേജ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. മോസ്റ്റ് എഡിറ്റോറിയൽസ് ഫോളോ. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളത്തെ എഡിറ്റോറിയൽസ് എടുത്തൊരു അനാലിസിസ് നടത്തിയപ്പോൾ മനസ്സിലായത് ഇത് തന്നെയാണ്. എല്ലാ എഡിറ്റോറിയൽസിന്റെയും അല്ലെങ്കിൽ പോട്ടെ ഒരു 90% എഡിറ്റോറിയൽസിന്റെയും ശൈലി ഇതാണ്. പ്രോബ്ലം എന്താണെന്ന് പറയുന്നുണ്ട്, അതിനുശേഷം അതിന്റെ കോസസ്, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു പറയുന്നുണ്ട്, അത് കാരണം ഉണ്ടായ ഇഫക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതിനുശേഷം അതിന്റെ സൊല്യൂഷൻ, ഓതറിന്റെ സ്റ്റാൻഡ് എന്താണ്. ഈ ഒരു പാറ്റേൺ ആണ് ഒട്ടുമിക്ക എല്ലാ എഡിറ്റോറിയൽസിനും ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്താണ്, നമ്മൾക്കൊരു 3 പാരഗ്രാഫായിട്ടാണ് ഞാനത് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ഇന്ത്യ. അതാണോ ഡിസ്കസ് ചെയ്യുന്നത്? ബട്ട് ദാറ്റ്സ് നോട്ട് ദ മെയിൻ പോയിന്റ്. നമ്മൾ എല്ലാവരും വിചാരിക്കും ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെ കുറിച്ചാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. അല്ല, അത് മാത്രമല്ല. മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇസ് അണ്ടർ റിപ്പോർട്ടഡ് ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസ് ഇസ് വീക്ക്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന ഭീകരമായ പ്രശ്നം ഇന്ത്യയിൽ അത് അണ്ടർ റിപ്പോർട്ടഡ് ആണ്. വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല, ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസ് ഇസ് വീക്ക്. നിയമ നടപടി എടുക്കേണ്ട അതോറിറ്റീസ്, അവരുടെ അവസ്ഥ, അവരും വീക്കാണ്. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. കിട്ടിയല്ലോ, സിമ്പിൾ ആണ്. സോ കീ ഐഡിയ ഇസ് അണ്ടർ റിപ്പോർട്ടിംഗ് പ്ലസ് സിസ്റ്റമിക് ഫെയിലിയർ. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അണ്ടർ റിപ്പോർട്ടഡ് ആണ്, മാത്രമല്ല നമ്മുടെ വ്യവസ്ഥിതി ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതും ഏറ്റവും മോശമായ രീതിയിലാണ്, വളരെ വീക്കായ രീതിയിലാണ്. സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് എന്തൊക്കെയാ പറയുന്നത്? സുലൂർ കേസിന്റെ കാര്യം പറയുന്നുണ്ട്, അത് നടന്ന കോയമ്പത്തൂരാന്ന് പറയുന്നുണ്ട്. ചാർജ് ഷീറ്റ് കഴിഞ്ഞ ആഴ്ച ഫയൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. 90% സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്. കുട്ടികൾക്ക് അതിക്രമം നടക്കുന്ന ട്രസ്റ്റഡ് സർക്കിളിൽ നിന്നാന്ന് പറയുന്നുണ്ട്. മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും റിസ്കിൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ അർബൻ പ്ലാനിങ്ങിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നൊയാൽ റിവർ സേഫ് സിറ്റി പ്രോജക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഇതെല്ലാം ആദ്യം പറഞ്ഞ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലേ. ഇതിലൊന്നും തന്നെ പുതിയ കാര്യമില്ല. സുലൂർ കേസ് കോയമ്പത്തൂർ, അത് പറഞ്ഞ പോലെ ചൈൽഡ് അബ്യൂസ് കേസാണ്, പുതിയ കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പോലെ അണ്ടർ റിപ്പോർട്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. അങ്ങനെയെങ്കിൽ പ്രസിയിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം, പ്രസി ഡിസിഷൻ എന്ന് പറയുന്നത് ഡിലീറ്റ് ഓൾമോസ്റ്റ് ഓൾ. ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് എടുത്ത് കളയാം. എന്തൊക്കെ നമ്മൾ വെച്ചേക്കണം? അബ്യൂസസ് അണ്ടർ റിപ്പോർട്ടഡ്. ഇത് ഉറപ്പായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. 2, മോസ്റ്റ് ഒഫൻഡേഴ്സ് ആർ നോൺ പേഴ്സൺസ്. കൂടുതലും ആ കുട്ടികളെ അറിയാവുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. വൾണറബിൾ കമ്മ്യൂണിറ്റീസ് ഫേസ് ഗ്രേറ്റർ റിസ്ക്. വൾണറബിൾ കമ്മ്യൂണിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഫേസ് ചെയ്യുന്നത്. കഴിഞ്ഞു. ഇത് 3 മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സുലൂർ കേസ്, കോയമ്പത്തൂർ, 90% സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും നമുക്ക് വേണ്ട, കാരണം അതൊക്കെ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ആണ്. ഇത് 3 നമ്മൾ അതുപോലെ നിലനിർത്താം. ആണല്ലോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താണ് ഓതർ പറയുന്നത് നമുക്ക് നോക്കാം. ദ ജസ്റ്റിസ് സിസ്റ്റം ഇസ് ഫെയിലിംഗ്. അതായത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. നോക്കിയേ, കുറേ എവിഡൻസ് പറയുന്നുണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വേണ്ടത്ര എഫിഷ്യൻസി ഇല്ല എന്ന് പറയാനായിട്ട്. 89% പെൻഡൻസി റേറ്റ്, കൺവിക്ഷൻ ശതമാനം അത് പറയുന്നല്ലോ 3 തൊട്ട് 30 വരെ ശതമാനം എന്ന് പറയുന്നുണ്ട്. പോക്സോ കോടതികളുടെ കാര്യം പറയുന്നത്, NCRB ഡേറ്റ, 70,000 വിക്ടിം, 69,000 കേസുകൾ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഡിലീറ്റ് നമ്പേഴ്സ്. ഇതൊന്നും നമുക്ക് വേണ്ട, നമ്പേഴ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്തേക്കൂ. കീപ് ദ ഐഡിയ. ആശയം നിലനിർത്തുക. നോക്കിയേ, ഡിലൈഡ് ജസ്റ്റിസ് അണ്ടർമൈൻസ് കോൺഫിഡൻസ്. നീതി വേണ്ട രീതിയിൽ നടപ്പാവാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ കോൺഫിഡൻസ് ഇല്ല, അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഈ ഡേറ്റയും നമ്പേഴ്സും ഒക്കെ എടുത്ത് കളഞ്ഞേക്കൂ. ഈ ആശയം നിങ്ങൾ നിലനിർത്തുക. ആണല്ലോ. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്തുകൊണ്ട് പീപ്പിൾ ഡു നോട്ട് ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ പറഞ്ഞ ഈ വ്യവസ്ഥിതിയിലെ ആരെയും തന്നെ, പോലീസിനെ ആരെയും തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്?
പോലീസ് അപ്പാത്തി, പോലീസ് ഈ പറയുന്ന ഇൻഡിഫറൻ്റ് ആണ് ആൾക്കാരുടെ വേദനകളോട്. ജസ്റ്റിസ് ഡിലേ ചെയ്യപ്പെടുന്നു, ഇൻവെസ്റ്റിഗേഷൻ വളരെ വീക്ക് ആവുന്നു. വിക്ടിം സ്റ്റിഗ്മ, പലപ്പോഴും വിക്ടിംസിനാണ് പ്രശ്നം നേരിടേണ്ടി വരുന്നത്. വിക്ടിംസിനെ സമൂഹത്തിൽ നിന്ന് ആൾക്കാർ അകറ്റുന്നു. ഓക്കെ, അപ്പൊ പ്രസി ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? കീപ്, എന്ത് നമ്മൾ നിലനിർത്തണം? പബ്ലിക് ഡിസ്ട്രസ്റ്റ് കാരണം റിപ്പോർട്ടിംഗ് ഉണ്ടാവുന്നില്ല. ഫാമിലീസ് ഓഫൺ അവോയ്ഡ് അതോറിറ്റീസ്, അതോറിറ്റീസിനെ കുടുംബങ്ങൾ അകറ്റി നിർത്തുന്നു. പണിഷ്മെന്റ് കൊണ്ട് മാത്രം കാര്യമില്ല ആണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്താണ്? മോസ്റ്റ് ഗവൺമെന്റ്സ് റെസ്പോൺസ് വിത്ത് ഹാർഷ് പണിഷ്മെന്റ്സ് ബട്ട് എവിഡൻസ് ഇസ് ലിമിറ്റഡ്. പലപ്പോഴും കൂടുതൽ സമയങ്ങളിലും പലപ്പോഴും നമ്മൾ കാണുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ്സ് ഭേദഗതി കൊണ്ടുവരുന്ന എങ്ങനെയാണ്? വലിയ വലിയ പണിഷ്മെന്റ് കൊണ്ടുവരും, പക്ഷെ എവിഡൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. മനസ്സിലായി? തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല പലപ്പോഴും ഈ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ 3 പാരഗ്രാഫിലെ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അവിടെ തിരിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? ഹാർഷർ പെനാൽറ്റീസ് എലോൺ ആർ ഇൻഎഫക്റ്റീവ്. വലിയ വലിയ ശിക്ഷകൾ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. വിക്ടിംസ് ഫേസ് സെക്കൻഡറി വിക്ടിമൈസേഷൻ. വിക്ടിംസ് വീണ്ടും വീണ്ടും ഇരകളായിട്ട് തന്നെ അവർ തുടരും. ഉദാഹരണം പറയുന്നുണ്ട്, ഇൻസെൻസിറ്റീവ് അഡ്മിനിസ്ട്രേഷൻ, മീഡിയ പലപ്പോഴും ഇവരോട് ഇൻസെൻസിറ്റീവ് ആണ്. ഇത് കാരണം ഉണ്ടാകുന്ന ട്രോമ, സ്റ്റിഗ്മ, ഇവരെ അകറ്റി നിർത്തുന്നു ആ സ്റ്റിഗ്മ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിവിടെ നിലനിർത്തേണ്ടത്? സർവൈവേഴ്സ് ഫേസ് അഡീഷണൽ ട്രോമ. ഓൾറെഡി ട്രോമ ഫേസ് ചെയ്തവർ വീണ്ടും ട്രോമ ഫേസ് ചെയ്യുന്നുണ്ട്. ട്രോമ സെൻസിറ്റീവ് റിഫോംസ് ആർ നീഡഡ്. ഇപ്പൊ ഈ വിക്ടിംസ്, ഇത് ലൈംഗിക അതിക്രമത്തിന് വിട്ട ആൾക്കാരെല്ലാം ട്രോമ ഫേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് നമുക്കിവിടെ നടപ്പിലാക്കേണ്ടത് ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ പാസേജിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ആ പാസേജിന്റെ എക്സ്റേ എടുക്കാം. ഇപ്പൊ 3 പാരഗ്രാഫ് നമ്മൾ വായിച്ചു, 3-ൽ നിലനിർത്തേണ്ട കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ എക്സ്റേ നോക്കിയേ. ആഫ്റ്റർ റിമൂവിംഗ് എക്സാമ്പിൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ്, ദ പാസേജ് ബിക്കംസ്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അണ്ടർ റിപ്പോർട്ടഡ് ആണ്. കാരണം സോഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ, ഈ വ്യവസ്ഥിതിയുടെ പരാജയം കാരണമാണ്. കൂടുതലും അഫൻഡേഴ്സ് എന്ന് പറയുന്നത് വിക്ടിംസിന് അറിയാവുന്നവരാണ്. വൾണറബിൾ കമ്മ്യൂണിറ്റീസ് ആണ് വലിയ റിസ്ക് ഇപ്പോഴും ഫേസ് ചെയ്യുന്നത്. ഡിലേസ് ഇൻ ജസ്റ്റിസ്, നീതി നടപ്പാക്കുന്നതിൽ ഡിലേ വരുന്നത് കൊണ്ടും വീക്ക് പബ്ലിക് ട്രസ്റ്റ്, ജനങ്ങൾക്ക് ഈ വ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും റിപ്പോർട്ടിംഗ് ഡിസ്കറേജ് ചെയ്യപ്പെടുന്നു, നടക്കുന്നില്ല. ഹാർഷർ പണിഷ്മെന്റ്സ്, വലിയ പണിഷ്മെന്റ് കൊണ്ട് മാത്രം കാര്യമില്ല. ഇൻസഫിഷ്യന്റ് ടു അഡ്രസ് ദ പ്രോബ്ലം, ഈ പ്രശ്നത്തെ അതുകൊണ്ട് മാത്രം അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. സർവൈവേഴ്സ് ഓഫൺ ഫേസ് ഫർദർ ട്രോമ, സർവൈവേഴ്സ് വലിയ വലിയ ട്രോമ വീണ്ടും അനുഭവിക്കുന്നു ത്രൂ ഇൻസെൻസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസസ്. പലപ്പോഴും പോലീസും മാധ്യമങ്ങളും അവരോടുള്ള സമീപനം കാരണം അവർക്ക് വീണ്ടും അവർ ട്രോമ ഫേസ് ചെയ്യുന്നു. സിസ്റ്റമിക് റിഫോംസ് ആൻഡ് ചൈൽഡ് സെന്റേർഡ് പ്രൊട്ടക്ഷൻ മെക്കാനിസം ആവശ്യമാണ്. സിസ്റ്റത്തിൽ വലിയ വലിയ പരിഷ്കാരങ്ങൾ വരണം. കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പ്രൊട്ടക്ഷൻ മെക്കാനിസം, അവരെ സംരക്ഷിക്കുന്ന പുതിയ പുതിയ പദ്ധതികൾ ആവശ്യമാണ്. ഇതാണ് സ്കെലിറ്റൻ ആണല്ലോ. നമ്മൾ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി വേണ്ട സാധനം നിലനിർത്തി കഴിഞ്ഞാൽ ഇതാണ് സാധനം. ഇതുപോലെ പ്രസിയാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇത് കോപ്പിങ് ആയി പോകും. നമുക്ക് വേണ്ട എന്താണ്? റീറൈറ്റിംഗ് ആണ്. സ്റ്റെപ്പ് 2, ഐഡന്റിഫൈ ദ ഗോൾഡൻ ഐഡിയാസ്. പ്രധാനപ്പെട്ട 5 ഗോൾഡൻ ഐഡിയാസ് ഐഡന്റിഫൈ ആണ്. എല്ലാ എഡിറ്റോറിയലിലും ഒരു 5 to 6 ഗോൾഡൻ ഐഡിയാസ് ഉണ്ടാവും. ഇവിടെ ഉണ്ട്, നോക്കാം. ഒന്നാമത്തെ ഐഡിയ, അണ്ടർ റിപ്പോർട്ടിംഗ് തുടരുന്നു. രണ്ടാമത്തെ ഐഡിയ, ഒഫൻഡേഴ്സ് കൂടുതലും ട്രസ്റ്റഡ് ഇൻഡിവിജ്വൽസ്, കുടുംബം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. മൂന്നാമത്തെ ഐഡിയ, ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസ്, ഈ വ്യവസ്ഥിതി ഇതിനോട് പ്രതികരിക്കുന്നത് വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ്. നാലാമത്തെ ഐഡിയ, പണിഷ്മെന്റ് കൊണ്ട് മാത്രം കാര്യമില്ല. അഞ്ചാമത്തെ ഐഡിയ, സിസ്റ്റമിക് റിഫോംസ്, ഈ സിസ്റ്റത്തിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, 5 ഗോൾഡൻ ഐഡിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഒരു പ്രശ്നമില്ല. അടുത്തത്, റിമൂവ് ദ എനിമീസ് ഓഫ് പ്രസി. ഒരു പ്രസിയിൽ വേണ്ടാത്ത സാധനങ്ങൾ എടുത്തു മാറ്റി. എനിമി എന്ന് പറഞ്ഞാൽ ശത്രുവിനെ നമ്മൾ അടുപ്പിക്കത്തില്ലല്ലോ, നമ്മൾ അകറ്റി നിർത്തുകയല്ലേ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എടുത്ത് കളയേണ്ടത് നോക്കിയേ. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് കളയുക. 69,000 കേസ് എടുത്ത് കളഞ്ഞോളൂ, 70,000 വിക്ടിം എടുത്ത് കളഞ്ഞോളൂ, 89% പെൻഡൻസി, എല്ലാം ഡിലീറ്റ് ബട്ടൺ ഫോർ ഓൾ, എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇല്ലസ്ട്രേഷൻസ് ഒന്നും തന്നെ നമുക്ക് വേണ്ട. രണ്ടാമത്തെ എനിമി എന്ന് പറയുന്നത് സുലൂർ കേസ്, കോയമ്പത്തൂർ ഉദാഹരണം വേണ്ട. മൂന്നാമത്തെ എനിമി എന്ന് പറഞ്ഞാൽ കുറെ സ്പെസിഫിക് പ്ലേസസ് ലൈക്ക്
കോയമ്പത്തൂർ, നോയൽ റിവർ എല്ലാം ഡിലീറ്റ് ചെയ്തേക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടി, കളഞ്ഞേക്കൂ. ഉദാഹരണം കിട്ടി, കളഞ്ഞേക്കൂ. കുറെ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു, കളഞ്ഞേക്കൂ. നാലാമത്തെ എനിമി എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഐഡിയാസ്. ആശയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരും. നോക്കിയേ, ദ പാസേജ് റിപ്പീറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ മൾട്ടിപ്പിൾ ടൈംസ്. അത് ഒരു തവണ മാത്രം എഴുതിയാൽ മതി. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ഉണ്ട്, ഈ വ്യവസ്ഥിതി പരാജയപ്പെടുന്നുണ്ടെന്ന് ഒരു തവണ മാത്രം എടുത്ത് പറഞ്ഞാൽ മതി. എനിമി 5 ഇമോഷണൽ ലാംഗ്വേജ്. വൈകാരികമായിട്ടുള്ള വാക്യങ്ങളുണ്ടോ? ഉണ്ട്. നമുക്ക് തൗസൻഡ്സ് ഓഫ് വൾണറബിൾ ചിൽഡ്രൻ, ആയിരക്കണക്കിന് കുട്ടികൾ. ഈ വൈകാരികതയൊന്നും വേണ്ട. റെഡ്യൂസ് ഇമോഷൻ ആൻഡ് കീപ് മീനിങ്. അർത്ഥം നിലനിർത്തൂ. വൈകാരികത നിറഞ്ഞ, നാടകീയത നിറഞ്ഞുള്ള വാക്യങ്ങൾ നമുക്ക് വേണ്ട. ഇത് ഇപ്പൊ റെഡ്യൂസ് ഇമോഷൻ ആൻഡ് കീപ് മീനിങ്. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെ എടുത്ത് മാറ്റണമെന്ന് പിടികിട്ടിയല്ലോ. അടുത്ത സ്റ്റെപ്പ്, ബിൽഡ് ദ പ്രിസീവ് ഫ്രെയിംവർക്ക്. ഇനി നമുക്ക് ആ ഫ്രെയിംവർക്ക് ഒന്ന് ബിൽഡ് ചെയ്യാം. പ്രോബ്ലം, കോസ്, ഇഫക്റ്റ്, സൊല്യൂഷൻ. ഇതാണല്ലോ നമ്മുടെ ഫ്രെയിംവർക്ക്. ഇനി നമുക്ക് അതനുസരിച്ച് മുമ്പോട്ട് പോവാം. ഫ്രെയിംവർക്ക്, ആദ്യം ഫ്രെയിംവർക്ക്. പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ് സെക്ഷുവൽ അബ്യൂസ് അണ്ടർ റിപ്പോർട്ടഡ് ആണ് പ്രോബ്ലം. അത് അതുപോലെ നമ്മൾ പ്രസിയിൽ നിലനിർത്തണം. കോസ്, കൂടുതലും ഒഫൻഡേഴ്സ് അറിയാവുന്ന ആൾക്കാരാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീക്കാണ്. പബ്ലിക് ട്രസ്റ്റ് വളരെ പോറാണ്. ജനങ്ങൾക്ക് ഈ വ്യവസ്ഥിതിയോട് വിശ്വാസമില്ല. ഇഫക്റ്റ് എന്താണ്? അത് കാരണം ജസ്റ്റിസ് ഇസ് ഡിലൈഡ്, നീതി നടപ്പാവുന്നില്ല. അണ്ടർ റിപ്പോർട്ടിംഗ് തുടരുന്നു. ഇപ്പോഴും കുട്ടികൾ വൾണറബിലിറ്റി, എപ്പോഴും ഈ പറഞ്ഞ അക്രമത്തിന് വിധേയമാവുന്ന രീതിയിൽ തന്നെ അവരുടെ അവസ്ഥ മുമ്പോട്ട് പോകും. സൊല്യൂഷൻ എന്താണ്? സിസ്റ്റമിക് റിഫോം, സിസ്റ്റത്തിൽ പരിഷ്കാരങ്ങൾ വേണം. ട്രോമ ഇൻഫോംഡ് സപ്പോർട്ട്, ട്രോമ സെൻസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം ഇവിടെ നടപ്പിലാക്കണം. ബെറ്റർ ചൈൽഡ് പ്രൊട്ടക്ഷൻ, കുട്ടികളെ സംരക്ഷിക്കുന്ന പല പുതിയ നയങ്ങളും പദ്ധതികളും ആവശ്യമാണ്. ഫ്രെയിംവർക്ക് വന്നു. ആ ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ എടുത്ത് പ്ലേസ് ചെയ്യും. ആണല്ലോ. അഞ്ചാമത്തെ സ്റ്റെപ്പ്, റൈറ്റ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. നിങ്ങൾ പരിശീലിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുക. ഇതാണ് ആദ്യത്തെ ഡ്രാഫ്റ്റ്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ഇന്ത്യ റിമെയിൻസ് അണ്ടർ റിപ്പോർട്ടഡ് ബിക്കോസ് മോസ്റ്റ് ഒഫൻഡേഴ്സ് ബിലോങ് ടു വിക്ടിംസ് ട്രസ്റ്റഡ് സർക്കിൾസ്. വൾണറബിൾ കമ്മ്യൂണിറ്റീസ് അഡീഷണൽ റിസ്ക് ഫേസ് ചെയ്യുന്നു ഡ്യൂ ടു വീക്ക് സോഷ്യൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ആൻഡ് അൺസേഫ് എൻവയൺമെന്റ്. ജുഡീഷ്യൽ ഡിലേസ്, ലോ കൺവിക്ഷൻ റേറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ inefficiencies undermine public confidence and discourage reporting. Although governments often respond with stricter punishments, evidence regarding their effectiveness remains limited. Survivors frequently experience secondary victimization through insensitive administration and media response. The passage argues that meaningful child protection requires systemic reforms, trauma-informed policing, stronger institutions and supportive community mechanisms. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയ ഫ്രെയിംവർക്ക്, മനസ്സിലാക്കിയ ഗോൾഡൻ ഐഡിയാസ്, ഇതെല്ലാം കൂടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി. ഫസ്റ്റ് ഡ്രാഫ്റ്റിനകത്ത് നിന്നുള്ള പ്ലെയിൻ ആയിട്ട് നമ്മൾ ആ ഫ്രെയിംവർക്കിലേക്ക് സാധനങ്ങൾ കൊണ്ട് വെച്ചെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയതിന് ശേഷം വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രസി എഴുതി പഠിക്കുമ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു എഡിറ്റോറിയൽ എടുത്ത് 2 തവണ ഇങ്ങനെ എഴുതി നിങ്ങൾ പരിശീലിക്കണം. ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതാൻ നിങ്ങൾ ട്രെയിൻ ചെയ്ത് വരണം. അങ്ങനെ ട്രെയിൻ ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രസ് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 6, ഇംപ്രൂവ് ദ ലാംഗ്വേജ്. ഇപ്പം നമ്മൾ ആ ഫ്രെയിംവർക്കിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ടു. എ ടോപ്പർ ഡസ് നോട്ട് മിയർലി ഷോർട്ടൻ. ചുരുക്കുന്ന ആളല്ല ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നത്. എ ടോപ്പർ കംപ്രസസ്. ആശയമാണ് അയാൾ ചുരുക്കുന്നത്. അതായത് നമ്മൾ ചുരുങ്ങിയ സാധനം വായിക്കുമ്പോഴും ആ വലിയ പാസേജ് വായിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നു അതെല്ലാം ചുരുങ്ങിയ പാസേജ് ലഭിക്കണം. എക്സാമ്പിൾ നോക്കിയേ, ദ വീക്ക് ജസ്റ്റിസ് സിസ്റ്റം ഹാസ് മെനി ഡിലേസ്. സി, ദ ജസ്റ്റിസ് സിസ്റ്റം ഹാസ് മെനി ഡിലേസ്. അതൊരു വീക്ക് സെന്റൻസ് ആണ്. അതെങ്ങനെ സ്ട്രോങ് ആക്കാം നോക്കിയേ. ജുഡീഷ്യൽ ഡിലേസ് അണ്ടർമൈൻ കോൺഫിഡൻസ്. കണ്ടില്ലേ, ഇതാണ് റീറൈറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഇംപ്രൂവിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ രീതിയിൽ ഭാഷ മെച്ചപ്പെടുത്തണം. എന്നാൽ മാത്രമേ ടോപ്പ് 50 നിങ്ങൾക്ക് വരാൻ പറ്റൂ. അറിയാലോ, ഏത് പരീക്ഷ നിങ്ങൾ എഴുതിക്കണം, മത്സര പരീക്ഷ ടോപ്പ് 50 നിങ്ങൾ വരണം. അങ്ങനെയെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. സോ 1 phrase റീപ്ലേസസ് ആൻ എൻറ്റയർ സെന്റൻസ്. കണ്ടില്ലേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വലിയ സെന്റൻസിനെ തന്നെ റീപ്ലേസ് ചെയ്യാൻ ഒരു ഫ്രേസ് കൊണ്ട് സാധ്യമാവും. അപ്പൊ മനസ്സിലാക്കുക, ഷോർട്ടാക്കിയാൽ മാത്രം പോരാ, കംപ്രസ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിന് നിങ്ങളെ ഭാഷ നിങ്ങൾ മെച്ചപ്പെടുത്തണം. ഇനി നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. സം റാങ്ക് സ്കോറിംഗ് ടൈറ്റിൽസ്. ഓൾറെഡി ഒരു ടൈറ്റിലൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തു, നമുക്കൊന്നുകൂടെ നോക്കാം.
Many students forget the title, and that is a mistake. A title gives the examiner confidence. പലപ്പോഴും ആൾക്കാർ പ്രസ് എഴുതുമ്പോൾ ടൈറ്റിൽ കൊടുക്കാറില്ല. ഓക്കെ, നമുക്കിനി കുറച്ച് പോസിബിൾ ടൈറ്റിൽസ് നോക്കാം. ഒരു ബെസ്റ്റ് ടൈറ്റിലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതാണ്. നേരത്തെ ഒരെണ്ണം പറഞ്ഞു, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. ചൈൽഡ് പ്രൊട്ടക്ഷൻ ബിയോണ്ട് പണിഷ്മെന്റ്. എ ബെസ്റ്റ് ടൈറ്റിൽ. നേരത്തെ പറഞ്ഞ അതേ ടൈറ്റിൽ തന്നെയാണ്, കൂടുതൽ മാറ്റമൊന്നുമില്ല. മറ്റ് ചില പ്രധാനപ്പെട്ട ടൈറ്റിൽസ്, ഓൾറെഡി ഒരു എക്സലന്റ് ടൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല, വേറെ നമുക്ക് നോക്കാം. ദ ചലഞ്ച് ഓഫ് ചൈൽഡ് സേഫ്റ്റി ഇൻ ഇന്ത്യ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈറ്റിലാണ്. സിസ്റ്റമിക് ഫെയിലിയേഴ്സ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ. കുഴപ്പമില്ലാത്ത ടൈറ്റിലാണ്. പ്രൊട്ടക്ടിങ് വൾണറബിൾ ചിൽഡ്രൻ. എനിക്ക് തോന്നി പ്രൊട്ടക്ടിങ് വൾണറബിൾ ചിൽഡ്രൻ ആണ് ഈ മൂന്നെണ്ണത്തിൽ തന്നെ ഒരിത്തിരി താഴെ നിൽക്കുന്നത്. ഇത് രണ്ടും അത്യാവശ്യം നല്ല ടൈറ്റിൽസ് ആണ്. ഈ ടൈറ്റിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള വേറെ ടൈറ്റിൽസ് ആയിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ സജസ്റ്റ് ചെയ്യുന്നു മാത്രം. ഇനി നമുക്ക് ആ വേർഡ് കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫൈനൽ റാങ്ക് സ്കോറിംഗ് പ്രസിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു വേർഡ് കൗണ്ട് അനാലിസിസ് ഒന്ന് നടത്താം. ഓക്കെ, ഇത് നിങ്ങൾ പരിശീലിച്ച് വരുമ്പോഴത്തേക്ക് എക്സാം ഹോളിൽ വേർഡ് കൗണ്ട് ഒന്നും നമുക്ക് ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. നിങ്ങൾ അപ്പോഴത്തേക്ക് ട്രാക്കിൽ വീഴും. ഒന്നാമത്തെ പാരഗ്രാഫിന് ഏകദേശം 164 വാക്കും, രണ്ടാമത്തെ പാരഗ്രാഫിൽ 70, മൂന്നാമത്തേൽ 154, എല്ലാം കൂടെ ഒരു 388. ഞാൻ ഇങ്ങനെ പറഞ്ഞു, 388 to 395 വേർഡ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി ഇതിനകത്തുള്ളത്. ഓക്കെ, 388 എന്ന് പറഞ്ഞാൽ 388 395 വേർഡ്സ് ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ പാസേജിൽ ഉണ്ടായിരുന്നത്. ഓരോരോ പാരഗ്രാഫ് നമ്മൾ അനലൈസ് നോക്കും. ഇനി ഒരു ഐഡിയൽ പ്രസി ലെങ്തിലേക്ക് പോവാം. ഓൾറെഡി ഞാൻ പ്രസിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പൊ ഈ റൂൾ എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ അല്ല, വീണ്ടും പറയാണ്, ഇതൊക്കെ റെസ്ട്രിക്ഷൻ അല്ല. 1/3 റൂളിലേക്ക് പോകുമ്പോൾ ഏകദേശം മാത്തമാറ്റിക്കൽ ഒരു ഇത് കാൽക്കുലേഷൻ തന്നെ ഞാൻ നടത്തി. 388 ഡിവൈഡഡ് ബൈ 3 gives 129.3. അതിനർത്ഥം ഒരു ഐഡിയൽ എന്ന് പറയുന്നത് 125നും 130നും ഇടയ്ക്ക് വാക്കുകളാണെങ്കിൽ ഐഡിയൽ ആണ്. ഓക്കെ, സേഫ് റേഞ്ച് എന്ന് പറയുന്നത് 120നും 135. ഇത് സേഫ് റേഞ്ച് ആണ്. നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ ദിസ്. ഇത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്, ഒരു കുഴപ്പമില്ല. 110ന് താഴെ ആയി കഴിഞ്ഞാൽ വളരെ ചെറുതായി പോകും. ഇതിന് 10-20 മാർക്കിന്റെ ഒക്കെ സാധനമല്ലേ. പിന്നെ 145ന് മുകളിലൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ വളരെ വലുതാവുകയും ചെയ്യും. അത് പാടില്ല. നമുക്ക് കംപ്രഷൻ സ്കിൽസ് ആണല്ലോ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കീവേഡ്സ് ദാറ്റ് മസ്റ്റ് സർവൈവ്. ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ഫ്രെയിംവർക്ക് ഒക്കെ തയ്യാറാക്കി ഇനി ആ ഒറിജിനൽ നമ്മൾ ഒരു റാങ്ക് സ്കോറിംഗ് പ്രസി എഴുതുമ്പോൾ ചില കീവേഡ്സ് അതിനകത്ത് ഉണ്ടാവും. അണ്ടർ റിപ്പോർട്ടഡ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ, വൾണറബിൾ ചിൽഡ്രൻ, പബ്ലിക് ഡിസ്ട്രസ്, ഡിലേഡ് ജസ്റ്റിസ്, സെക്കൻഡറി വിക്ടിമൈസേഷൻ, സിസ്റ്റമിക് റിഫോംസ്. ഇതെല്ലാം എക്സാമിനർ ഫ്രണ്ട്ലി വേർഡ്സ് ആണ്. ആൻഡ് ഈ കീവേഡ്സ് ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രസിയിൽ ഉണ്ടായിരിക്കണം. മനസ്സിലല്ലോ? ഇപ്പൊ കോംപ്രിഹെൻഷൻ ആയാലും പ്രസി ആയാലും കീവേഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോളൂ, ടൈറ്റിലും നമ്മൾ ഇട്ടു, പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ബിയോണ്ട് പണിഷ്മെന്റ്. അതും അല്ലെങ്കിൽ നമുക്ക് കുറെ ടൈറ്റിൽസ് പോസിബിലിറ്റി നോക്കാം. സിസ്റ്റമിക് ചലഞ്ചസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ, ചൈൽഡ് സേഫ്റ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോം, ദ നീഡ് ഫോർ കോംപ്രിഹെൻസീവ് ചൈൽഡ് പ്രൊട്ടക്ഷൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഏകദേശം ക്ലോസ് ടു 10 ടൈറ്റിൽസ് നിങ്ങളുടെ തന്നിട്ടുണ്ട്. ക്ലോസ് ടു 10 ടൈറ്റിൽസ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം, ഇതിനകത്തുള്ള ഏതെങ്കിലും സ്വീകരിക്കാം, ഏതായാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ കുറെ ഓപ്ഷൻസ് തരുന്നു എന്ന് മാത്രം, ടൈറ്റിൽ ആയതുകൊണ്ട്. ഫൈനൽ പ്രസി നോക്ക്, 129 വേർഡ്സിന് ഒരു പ്രസിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിയോ, ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ഇന്ത്യ റിമെയിൻസ് സിഗ്നിഫിക്കന്റ്ലി അണ്ടർ റിപ്പോർട്ടഡ് ഡ്യൂ ടു സോഷ്യൽ മിസ്കൺസെപ്ഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്, ഇൻഅഡിക്വേറ്റ് പബ്ലിക് ട്രസ്റ്റ്. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസ്യതയില്ലായ്മ, ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്, പിന്നെ അണ്ടർ റിപ്പോർട്ട്, ഇതെല്ലാം വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ വന്നു. അവിടെ തന്നെ ഇത് റാങ്ക് സ്കോറിംഗ് പ്രസി ആയി കഴിഞ്ഞു. പിന്നെ മോസ്റ്റ് ഒഫൻഡേഴ്സ്, അത് വിക്ടിമിന് അറിയാവുന്ന ആൾക്കാരാണ്. ഇത് കാരണം ഡിറ്റക്ഷനും റിപ്പോർട്ടിങ്ങും ഡിഫിക്കൽട്ട് ആവുന്നു. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് തന്നെ വന്നു. വൾണറബിൾ കമ്മ്യൂണിറ്റി ഫേസ് ഗ്രേറ്റർ റിസ്ക് ബിക്കോസ് ഓഫ് വീക്ക് പ്രൊട്ടക്റ്റീവ് നെറ്റ്വർക്ക്സ് ആൻഡ് അൺസേഫ് സറൗണ്ടിങ്സ്. പിന്നെ ഡിലേസ് ഇൻ ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ് ആൻഡ് പുവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസ് അണ്ടർമൈൻ കോൺഫിഡൻസ് ഇൻ ലോ എൻഫോഴ്സ്മെന്റ് ആൻഡ് ഡിസ്കറേജ് റിപ്പോർട്ടിംഗ്. ദ പാസേജ് ആർഗ്യൂസ് ദാറ്റ്, ഈ പാസേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റിലൈങ് സോൾലി ഓൺ ഹാർഷർ പണിഷ്മെന്റ്സ് കൊണ്ട് മാത്രം കാര്യമില്ല, അത് ഇൻഎഫക്റ്റീവ് ആണ്. ആസ് എവിഡൻസ് റിഗാർഡിംഗ് their deterrent value remains limited. Survivors and their families often experience secondary victimization. സർവൈവേഴ്സും കുടുംബവും വീണ്ടും വിക്ടിമൈസേഷൻ ഫേസ് ചെയ്യാറുണ്ട് ത്രൂ ഇൻസെൻസിറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സോഷ്യൽ റെസ്പോൺസ്.
എൻഷുറിംഗ് ചൈൽഡ് സേഫ്റ്റി റിക്വയർസ്, ചൈൽഡ് സേഫ്റ്റി ഉറപ്പുവരുത്തണമെങ്കിൽ സിസ്റ്റമിക് റിഫോം വേണം, എഫിഷ്യന്റ് ജസ്റ്റിസ് ഡെലിവറി, ട്രോമ ഇൻഫോംഡ് പോലീസിംഗ്, സ്ട്രോങ്ങർ കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റം ആൻഡ് പോളിസി, പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ, റീഹാബിലിറ്റേഷൻ, ഇതിനെ ഫോക്കസ് ചെയ്യുന്ന പോളിസീസും വേണം. എല്ലാം കൂടെ ചേർത്ത് ഒരു 129 വാക്കിന്റെ പ്രസി നമ്മൾ തയ്യാറാക്കി. സിമ്പിൾ അല്ലേ? So this passage is an excellent example of the problem cause effect solution model. ഞാൻ പറഞ്ഞ മോഡലിനനുസരിച്ച് തന്നെയാണ് ഈ പാസേജ് വന്നിരിക്കുന്നത്. ഉത്തമ ഉദാഹരണമാണ്. നോക്കിയേ, പ്രോബ്ലം ചൈൽഡ് സെക്ഷൽ അബ്യൂസ് അണ്ടർ റിപ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞു. കോസ് ട്രസ്റ്റഡ് ഒഫൻഡേഴ്സ്, വീക്ക് സിസ്റ്റം, പബ്ലിക് ഡിസ്ട്രസ്റ്റ് പറഞ്ഞു. ഡിലൈഡ് ജസ്റ്റിസ്, കണ്ടിന്യൂഡ് വൾണറബിലിറ്റി പറഞ്ഞു. സൊല്യൂഷൻ സിസ്റ്റമിക് റിഫോം വേണം, ബെറ്റർ പ്രൊട്ടക്ഷൻ മെക്കാനിസം വേണം. ഇതെല്ലാം പറഞ്ഞു. കണ്ടല്ലോ, എന്താണോ ഞാൻ തന്ന ഫ്രെയിംവർക്ക്, ആ ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കി കാര്യങ്ങൾ കൊണ്ട് പ്ലേസ് ചെയ്ത് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്ത് നമ്മളെ എഴുതി. സോ എവറി എഡിറ്റോറിയൽ ഇസ് ഹൈഡിങ് എ സ്കെലിറ്റൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എഡിറ്റോറിയൽ വായിച്ച് നിങ്ങൾ പരിശീലിക്കുമ്പോൾ എല്ലാത്തിനകത്തും ഒരു സ്കെലിറ്റൻ ഉണ്ട്. ദ എക്സാമിനർ റിവാർഡ്സ് ദ സ്റ്റുഡന്റ് ഹു ക്യാൻ ഫൈൻഡ് ദ സ്കെലിറ്റൻ ആൻഡ് റിമൂവ് ദ ഫ്ലഷ്. എപ്പോഴും മാർക്ക് കിട്ടുന്ന എപ്പോഴാണ്? ഫ്ലഷ് എടുത്ത് കളഞ്ഞ് സ്കെലിറ്റൻ റിമെയിൻ ചെയ്യുമ്പോൾ, സ്കെലിറ്റൻ നിലനിർത്തുമ്പോഴാണ് നമുക്ക് പ്രസി റൈറ്റിംഗിൽ മാർക്ക് കിട്ടുന്നത്. ദാറ്റ് ഇസ് പ്രിസൈസ്ലി വാട്ട് എ ഗുഡ് പ്രസി റൈറ്റർ ഡസ്. ഇതാണ് ഒരു നല്ല പ്രസി റൈറ്റർ ചെയ്യേണ്ടത്. സോ മെത്തേഡ് ബൈ മെത്തേഡ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പ്രസി എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു എഡിറ്റോറിയലിൽ തുടങ്ങി, കോംപ്രിഹെൻഷൻ അതിൽ നിന്ന് വർക്കൗട്ട് ചെയ്തു, പ്രസി എങ്ങനെ എഴുതാമെന്നും പഠിച്ചു. ഒരു വെടിക്ക് ഓൾറെഡി നമുക്കിപ്പോൾ 2 പക്ഷിയായി. അങ്ങനെയെങ്കിൽ വൊക്കാബുലറി എക്സ്ട്രാക്ഷനോട് നോക്കിയാലോ? അതായത് ആ പാസേജ് പിന്നെ ആ ഫൈനൽ പ്രസി, അതിനകത്ത് നമുക്ക് കുറച്ച് വൊക്കാബുലറിയും കൂടെ പഠിച്ചാൽ നിർത്താം. ഓക്കെ, ഫസ്റ്റ് ട്രെഞ്ചന്റ് എന്നൊരു വാക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണാം. ട്രെഞ്ചന്റ് എന്ന് പറയുന്ന സെന്റൻസ് നോക്കിയേ, ട്രെഞ്ചന്റ് സിസ്റ്റമാറ്റിക് ഇൻഎഫിഷ്യൻസീസ്. അതിന്റെ അർത്ഥം ഷാർപ്പ് അഥവാ സ്ട്രോങ്ലി എക്സ്പ്രസ്ഡ്, അതിശക്തമായ എന്നാണ് അർത്ഥം. ശക്തമായ, സ്ട്രോങ്ലി എക്സ്പ്രസ്ഡ് എന്നാണ് ട്രെഞ്ചന്റ് സിസ്റ്റമിക് ഇൻഎഫിഷ്യൻസി. അതിന്റെ സിനോണിമാണ് ഇൻസിസീവ് ആൻഡ് ഫോഴ്സ്ഫുൾ. അതിന്റെ പര്യായം ആന്റോണിംസ് ആണ് വേഗ്, വീക്ക്, മൈൽഡ്, സൂപ്പർഫിഷ്യൽ. എക്സാമ്പിൾ നോക്കിയേ, ദ എഡിറ്റോറിയൽ ഓഫേർഡ് എ ട്രെഞ്ചന്റ് ക്രിറ്റിസിസം ഓഫ് ഗവൺമെന്റ് പോളിസീസ്. ഗവൺമെന്റ് നയങ്ങളെ ശക്തമായി വിമർശിക്കുന്ന ഒരു എഡിറ്റോറിയൽ ആയിരുന്നു അത്. ആ എഡിറ്റോറിയൽ ഗവൺമെന്റ് പോളിസീസിനെ കുറിച്ചുള്ള ശക്തമായ വിമർശനം. ട്രെഞ്ചന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പ്, സ്ട്രോങ്ലി എക്സ്പ്രസ്. നമ്മൾ ഒരാളെ കുറിച്ചുള്ള ഒരു കാര്യം പറയുകയാണ്, അത് ശക്തമായ രീതിയിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, അതിശക്തമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രെഞ്ചന്റ് എന്ന് പറയുന്നത്. ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് പേഴ്സിസ്റ്റന്റ്ലി. ഒരു പക്ഷേ വളരെ എളുപ്പമായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു വാക്കാണ്, എല്ലാവരും അറിയാമല്ലോ. പേഴ്സിസ്റ്റന്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ്ലി, അതായത് റിപ്പീറ്റഡ്ലി ഓവർ എ ലോങ് പീരീഡ്, കുറെ കാലമായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിന്റെ സിനോണിംസ് കണ്ടല്ലോ, കോൺസ്റ്റന്റ്ലി, റിപ്പീറ്റഡ്ലി, കണ്ടിന്യൂവലി. ആന്റോണിംസ് ആണ് വല്ലപ്പോഴും, ഒക്കേഷണലി, ഇന്റർമിറ്റന്റ്, ഇടവേളകളിൽ, റെയർലി. മനസ്സിലായി? വല്ലപ്പോഴും, ഇടവേളകളിൽ എന്നൊക്കെയാണ് ആന്റോണിംസ് വരുന്നത്. ഉദാഹരണം നോക്കാം. ദ ഇഷ്യൂ ഹാസ് പെർസിസ്റ്റന്റ്ലി എഫക്റ്റഡ് റൂറൽ കമ്മ്യൂണിറ്റീസ്. ഈ വിഷയം റൂറൽ കമ്മ്യൂണിറ്റീസിനെയാണ് പെർസിസ്റ്റന്റ്, തുടർച്ചയായിട്ട് ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, പ്രിഡേറ്ററി. പ്രിഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്കിംഗ് ടു എക്സ്പ്ലോയിറ്റ് ഓർ ഹാം അതേഴ്സ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യാനോ ഉള്ള ഒരു ശ്രമം, അതാണ് പ്രിഡേറ്ററി എന്ന് പറയുന്നത്. നോക്കിയേ, സിനോണിംസ് നോക്കിയേ, എക്സ്പ്ലോയിറ്റേറ്റീവ്, അഗ്രസീവ്, ഹാംഫുൾ. ഓക്കെ, ഇതാണ് സിനോണിംസ്. ആന്റോണിംസ് നോക്കിയേ, അർത്ഥം എന്നാണ് സീക്കിംഗ് ടു, ഒരാളെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് പ്രിഡേറ്ററി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സംരക്ഷിക്കുക, സഹായിക്കുക, ബെനവളന്റ്, അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഉദാഹരണം നോക്കിയേ, ദ ലോ എയിംസ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം പ്രിഡേറ്ററി ബിഹേവിയർ. നിയമം ലക്ഷ്യം വെക്കുന്നത് തന്നെ കുട്ടികളെ പ്രിഡേറ്ററി ബിഹേവിയറിൽ നിന്നും, അതായത് അവരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നോ അവരെ ഉപദ്രവിക്കുന്നതിൽ നിന്നോ രക്ഷപ്പെടുത്താനാണ് നിയമത്തിന്റെ ഉദ്ദേശം. ഇനി ഒരു 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ലിങ്ക് ഞാൻ പറയാം. പ്രിഡേറ്ററി പേഴ്സണെ നമ്മൾ എക്സ്പ്ലോയിറ്റർ എന്ന് വിളിക്കും. ചൂഷകൻ എന്നാണ് അർത്ഥം. പ്രിഡേറ്ററി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ചൂഷകൻ, എക്സ്പ്ലോയിറ്റർ. ഓക്കെ, നെക്സ്റ്റ്, കണ്ട്യൂസീവ്. കണ്ട്യൂസീവ് എന്ന് പറഞ്ഞാൽ സഹായകരമായ അല്ലെങ്കിൽ അനുകൂലമായ എന്നൊക്കെ ഉണ്ട് അർത്ഥം. നോക്കി, ഹെൽപ്ഫുൾ, ഫേവറബിൾ, പ്രൊമോട്ടിങ്, അനുകൂലമായ അല്ലെങ്കിൽ സഹായകരമായ എന്നാണ് അർത്ഥം. സിനോണിംസ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ബെനിഫിഷ്യൽ, ഫേവറബിൾ, അഡ്വാൻറ്റേജസ്. ഓക്കെ,
ആന്റോണിംസ് നോക്കിയേ, ഹാംഫുൾ, ഒട്ടും ഹെൽപ്ഫുൾ അല്ലാത്തത്, ഹാംഫുൾ, ഡെട്രിമെന്റൽ, തടസ്സം, ഒബ്സ്ട്രക്റ്റീവ്, തടസ്സം അല്ലെങ്കിൽ ഉപദ്രവം നിറഞ്ഞത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. എക്സാമ്പിൾ നോക്കിയേ, എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഇസ് കൺഡ്യൂസീവ് ടു ലേണിംഗ്. പഠനത്തിന് നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കൂടിയേ തീരും. നമ്മളെ പഠനത്തിന് സഹായകരമാവുന്നത് എപ്പോഴും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ ഞാൻ ഒരു ഹോസ്റ്റലിൽ താമസിക്കണം, ഹോസ്റ്റലാണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള റൂംമേറ്റ്സ് എല്ലാം ഭയങ്കര ബഹളം. 6 പേരുള്ള റൂമിലാണ് ഞാൻ താമസിക്കുന്നത്, 5 പേരും ഭയങ്കര ബഹളം. അപ്പൊ ഞാൻ വീട്ടിൽ വിളിച്ച് ഞാൻ പറയും എനിക്ക് ഇവിടെ പറ്റത്തില്ല. അപ്പൊ അവർ ചോദിക്കും എന്താ കാര്യം? അപ്പൊ ഞാൻ പറയും എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഇസ് കൺഡ്യൂസീവ് ടു ലേണിംഗ്. പഠനത്തിന് സഹായകരമാവുന്നത് എപ്പോഴും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. സഹായകരം അല്ലെങ്കിൽ അനുകൂലം എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രതികൂലം, ഹാംഫുൾ, ഡെട്രിമെന്റൽ, തടസ്സം, ഒബ്സ്ട്രക്റ്റീവ് എന്നൊക്കെയാണ് വരുന്നത്. അടുത്തത് പാരഡിം. പാരഡിം എന്ന് പറഞ്ഞാൽ ഫ്രെയിം വർക്ക് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മോഡൽ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് എന്നാണ് പാരഡിമിന്റെ അർത്ഥം വരുന്നത്. സിമ്പിൾ ആണ് കേട്ടോ പാരഡിം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രോട്ടോടൈപ്പ് എന്ന വാക്കും കൂടെ നിങ്ങൾ എടുത്തോളൂ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? അനോമലി ഓർ ഡീവിയേഷൻ. പാരഡിമിന്റെ ഓപ്പോസിറ്റ് ആണ് അനോമലി ആൻഡ് ഡീവിയേഷൻ. എക്സാമ്പിൾ നോക്കി, ദ ഇന്റർനെറ്റ് ക്രിയേറ്റഡ് എ ന്യൂ എഡ്യൂക്കേഷണൽ പാരഡിം. ഇന്റർനെറ്റ് ഒരു പുതിയ വിദ്യാഭ്യാസ മോഡൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഫ്രെയിം വർക്ക് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് പാരഡിം. ദെൻ പെൻഡൻസി. പെൻഡൻസി എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീങ് പെൻഡിങ്. പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് EMI ഒക്കെ അടയ്ക്കുന്ന ആൾക്കാർ ഇപ്പൊ EMI അടയ്ക്കാതെ ഇങ്ങനെ വരുമ്പോൾ അത് പെൻഡിങ് ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കുന്ന ഫീസ് പെൻഡിങ് ആണെന്ന് പറയത്തില്ല. അപ്പൊ പെൻഡിങ് ആവുന്ന അവസ്ഥയാണ് പെൻഡൻസി. സിനോണിംസ് നോക്കിയേ, ബാക്ക്ലോഗ്, ഡിലേ, അക്യുമുലേഷൻ. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ കുന്നുകൂടി കിടക്കുന്നു, ബാക്ക്ലോഗ്, ഡിലേ, ഇതൊക്കെയാണ് സിനോണിംസ്. ആന്റോണിംസ് നോക്കിയേ, കംപ്ലീഷൻ, പെൻഡിങ് ഇല്ല, തീർന്നു, കംപ്ലീഷൻ അഥവാ ഡിസ്പോസൽ, ഇതൊക്കെയാണ് അതിന്റെ ആന്റോണിംസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ദ കോർട്ട് ഫേസസ് എ ഹ്യൂജ് കേസ് പെൻഡൻസി. ഓക്കെ, കോടതി ഇപ്പോഴും ഫേസസ് എ ഹ്യൂജ് കേസ് പെൻഡൻസി, അതായത് കേസുകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു, അതിപ്പോഴും പെൻഡിങ് ആയി കിടക്കുകയാണ് കോടതികളിൽ എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. നെക്സ്റ്റ്, എലൂസിവ്. എലൂസ് എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ പ്രയാസം, ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്, അച്ചീവ് ഓർ അണ്ടർസ്റ്റാൻഡ്. ഒരു കാര്യം കണ്ടെത്താൻ, മനസ്സിലാക്കാൻ പ്രയാസം, അതാണ് എലൂസിവ്. അതിന്റെ സിനോണിംസ് നോക്കി, ഇവേസിവ്, ഡിഫിക്കൽട്ട്, അൺഅറ്റൈനബിൾ എന്നാണ്. നമുക്കൊരു കാര്യം കണ്ടെത്താൻ പറ്റുന്നില്ല, നേടിയെടുക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതാണ് എലൂസിവ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഒബ്റ്റൈനബിൾ, കണ്ടെത്താൻ സാധിക്കുന്ന, ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, ആക്സസിബിൾ. എക്സാമ്പിൾ നോക്കിയേ, സക്സസ് റിമെയിൻഡ് എലൂസിവ് ഡെസ്പൈറ്റ് ഹാർഡ് വർക്ക്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും സക്സസ്, വിജയം, ഇറ്റ് റിമെയിൻഡ് എലൂസിവ്, അവന് നേടിയെടുക്കാൻ സാധിച്ചില്ല. നെക്സ്റ്റ്, അപ്പാത്തി. സ്പെല്ലിംഗ് സൈഡ് ഓർത്ത് വെച്ചേക്കണേ, APATHY. അപ്പാത്തി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഓർ കൺസേൺ. ഒരു വിഷയത്തോട് നമുക്ക് താല്പര്യവുമില്ല, അതിനോടൊരു ആശങ്കയും ഇല്ല, എന്ത് വേണോ നടന്നോട്ടെ, അതാണ് അപ്പാത്തി എന്ന് പറയുന്നത്. സിനോണിംസ് നോക്കിയേ, ഇൻഡിഫറൻസ്, അൺകൺസേൺ, പാസിവിറ്റി. ഇപ്പോൾ ഒരിടത്ത് ഒരു ആക്സിഡന്റ് നടക്കുന്നു, ഒരാളത് കണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല, അയാൾക്ക് അങ്ങനെ ആക്സിഡന്റ് നടന്നതിൽ വിഷമവും ഇല്ല, നടന്നില്ലായിരുന്നെങ്കിൽ അതിലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, അയാൾ ആരെ സഹായിക്കാനും പോകുന്നില്ല, സഹായിക്കണമെന്നുമില്ല, സഹായിച്ചാലും കുഴപ്പമില്ല, സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വികാരവും ഇല്ലാത്തൊരവസ്ഥ, അതാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഓർ കൺസേൺ. എന്നാൽ അതിന്റെ ആന്റോണിം എന്തായിരിക്കും? എന്തൂസിയാസം, കൺസേൺ, ഇൻട്രസ്റ്റ്, താല്പര്യം, പിന്നെ എന്തൂസിയാസം, അതൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്, അപ്പാത്തിയുടെ ഓപ്പോസിറ്റ്. നോക്കിയേ, പബ്ലിക് അപ്പാത്തി ടുവേർഡ്സ് വോട്ടിംഗ് ഇസ് ഡേഞ്ചറസ്. ഒരു നാട്ടിൽ ആൾക്കാർ മുഴുവൻ വോട്ട് ചെയ്യുന്നില്ല, വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, വോട്ട് ചെയ്തുകൊണ്ട് മാറ്റമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നത് ഡേഞ്ചറസ് അല്ലേ? പബ്ലിക് അപ്പാത്തി ടുവേർഡ്സ് വോട്ടിംഗ് ഇസ് ഡേഞ്ചറസ്. ആ സെന്റൻസും ആ വാക്കോർത്ത് വെച്ചേക്കണം, സാധ്യത ഉള്ളതാണ്. നെക്സ്റ്റ്, പെർപെട്രേറ്റർ. ഒരു കുറ്റം ചെയ്യുന്ന ആളെയാണ് നമ്മൾ പറയുന്നത്, പേഴ്സൺ ഹു കമ്മിറ്റ്സ് എ ക്രൈം, അയാളാണ് പെർപെട്രേറ്റർ. ഒഫൻഡർ, ക്രിമിനൽ, കൾപ്രിറ്റ്, ഇതെല്ലാം സിനോണിംസ് ആണ്. ഒഫൻഡർ കുറ്റവാളി, കുറ്റം ചെയ്യുന്ന വ്യക്തി എന്നർത്ഥം. അപ്പൊ ആന്റോണിം എന്താണ്? വിക്ടിം അഥവാ സഫറർ, ഇര. എക്സാമ്പിൾ നോക്കിയേ, ദ പോലീസ് അറസ്റ്റഡ് ദ പെർപെട്രേറ്റർ. കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ്, ബ്യൂറോക്രാറ്റിക്, റിലേറ്റിംഗ് ടു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ്. ഓരോ ഓഫീസിൽ ഭരണസംബന്ധമായിട്ടുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ, അതാണ് ബ്യൂറോക്രാറ്റിക് എന്ന് പറയുന്നത്. സിനോണിംസ് നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റീവ് അഥവാ ഒഫീഷ്യൽ. അതിന്റെ ആന്റോണിം എന്താണ്? ഇൻഫോർമൽ അഥവാ ഫ്ലെക്സിബിൾ.
ഓക്കെ, ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ഓഫീസുമായി ബന്ധപ്പെട്ടത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻഫോർമൽ. എക്സാമ്പിൾ നോക്കിയേ, ദ പ്രോസസ് വാസ് ഡിലേഡ്. ആ വിഷയം ഡിലേ ആവാൻ കാരണം ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസ്, ഈ പറഞ്ഞ ഓഫീസ് സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ആ പ്രോസസ്സ് ഡിലേഡ് ആയിപ്പോയി, താമസിച്ചു. ദെൻ ഡിറ്ററന്റ്. ഡിറ്ററന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ഡിസ്കറേജസ് റോങ് ഡൂയിങ്. അതായത് തെറ്റിനെ ഡിസ്കറേജ് ചെയ്യുന്ന, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന എന്തും, സംതിങ് ദാറ്റ് ഡിസ്കറേജസ് റോങ് ഡൂയിങ്. സിനോണിംസ് നോക്കിയേ, പ്രിവെന്റീവ് മെഷർ. ഒരു കാര്യം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ തെറ്റ് നടക്കാതിരിക്കാൻ നമ്മൾ കൈക്കൊള്ളുന്ന ഒരു സംഭവം, അതാണ് പ്രിവെന്റീവ് മെഷർ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്കറേജ്മെന്റ്, അതൊക്കെ ഡിറ്ററന്റ് ആയിട്ട് നമുക്ക് പറയാം, അതിന്റെ സിനോണിംസ് ആയിട്ട് പറയാം. ആന്റോണിംസ് നോക്കിയേ, ഇൻസെന്റീവ്, എൻകറേജ്മെന്റ്, ഇതെല്ലാം ഡിറ്ററന്റ്, ക്ലോസ് ടു എന്താ പറയുക, നമുക്ക് അടുത്ത് പറയാൻ സാധിക്കുന്ന ആന്റോണിംസ് ആണ്. ഹെവി ഫൈൻസ് ആക്ട് ആസ് എ ഡിറ്ററന്റ്. വലിയ വലിയ ഫൈൻസ്, ട്രാഫിക് പിഴകൾ നമ്മൾ ചുമത്തി കഴിഞ്ഞാൽ അതൊരു ഡിറ്ററന്റ് ആണ്. ഡിറ്ററന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ തെറ്റ് ചെയ്യില്ല. ഇപ്പോൾ സ്പീഡിങ്, ഓവർ സ്പീഡിങ്ങിന് ഒരു 10,000 ഫൈൻ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിറ്ററന്റ് ആണ്. തെറ്റ് ചെയ്യാതിരിക്കുന്നതിൽ നിന്നുള്ള അതായത് തെറ്റ് ചെയ്യാൻ നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അത് മാറും. ഓക്കെ, ദെൻ റെസിഡിവിസം, ടെൻഡൻസി ഓഫ് ക്രിമിനൽസ് ടു റീഒഫെൻഡ്. അതായത് ഞാൻ ഈ പറയുന്ന ഒരു തെറ്റ് ചെയ്യുന്നു, എനിക്കൊരു ശിക്ഷ കിട്ടി, പക്ഷെ വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മോഷണം ചെയ്യാനുള്ള, കൊലപാതകം ചെയ്യാനുള്ള എൻ്റെ ഒരു ത്വര, അതാണ് റെസിഡിവിസം എന്ന് പറയുന്നത്. സിനോണിംസ് നോക്കിയേ, റിപ്പീറ്റ് ഒഫെൻഡിങ്, റിലാപ്സ് ഇൻ ടു ക്രൈം, ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട സിനോണിംസ് ആണ്. ആന്റോണിംസ് നോക്കിയേ, റീഹാബിലിറ്റേഷൻ, റിഫോം. ഓക്കെ, ദ സ്റ്റഡി എക്സാമിൻഡ് റേറ്റ് ഓഫ് റെസിഡിവിസം. ആ പഠനം റെസിഡിവിസത്തിന്റെ റേറ്റ് കൃത്യമായിട്ട് വിശകലനം ചെയ്തു. നെക്സ്റ്റ്, അക്വിറ്റൽ. അക്വിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴും പത്രങ്ങളിലൊക്കെ വായിക്കാനുള്ള വാക്കാണ് അക്വിറ്റൽ എന്ന് പറഞ്ഞാൽ. ഒരാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയ ആളെ കോടതി വെറുതെ വിടുകയാണ്. ഒഫീഷ്യൽ ഡിക്ലറേഷൻ ദാറ്റ് സമ്മൺ ഇസ് നോട്ട് ഗിൽറ്റി. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, കോടതി അയാളെ വെറുതെ വിടുന്നു, അതാണ് അക്വിറ്റൽ. സിനോണിംസ് നോക്കിയേ, എക്സോണറേഷൻ, തെറ്റ് ചെയ്യാതെ അയാളെ വെറുതെ വിടുന്നതിന് നമുക്ക് എക്സോണറേഷൻ എന്ന് പറയാം, ഡിസ്ചാർജും പറയാം. കോടതി കണ്ടെത്തുന്നു അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അയാളെ ശിക്ഷിക്കുന്നു, അപ്പൊ അതെന്താണ്? കൺവിക്ഷൻ. ഓർക്ക് അക്വിറ്റലും കൺവിക്റ്റും. എക്സാമ്പിൾ, ദ അക്യൂസ്ഡ് റിസീവ്ഡ് ആൻ അക്വിറ്റൽ. ആ കുറ്റാരോപിതൻ ഒടുവിൽ അക്വിറ്റൽ, ഹി റിസീവ്ഡ് ആൻ അക്വിറ്റൽ, അയാളെ കോടതി വെറുതെ വിട്ടു. ഇപ്പൊ ലീഗൽ ക്ലസ്റ്ററിൽ പെടുന്നതാണ് കേട്ടോ അക്വിറ്റലും കൺവിക്ഷനും, ഓർത്തു വെക്കുക. ദെൻ വിക്ടിമൈസേഷൻ. വിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയായി മാറുന്ന അവസ്ഥ. ട്രീറ്റിംഗ് സംവൺ അൺഫെയർലി ഓർ കോസിങ് സഫറിങ്. അയാൾ ഒരു ഇരയായി മാറുന്ന, അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാതെ തന്നെ ഇരയാക്കപ്പെടുന്ന അവസ്ഥയാണ് വിക്ടിമൈസേഷൻ. വിക്ടിം എന്ന് പറഞ്ഞാൽ ഇര. ഇപ്പൊ വിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഇരയാക്കുന്നു, അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സിനോണിംസ് നോക്കിയേ, പെർസിക്യൂഷൻ, ഡിസ്ക്രിമിനേഷൻ, വിവേചനം, ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. ആന്റോണിംസ് നോക്കിയേ, അവരെ സംരക്ഷിക്കുന്നു, പ്രൊട്ടക്ഷൻ, സപ്പോർട്ട്. ദ എംപ്ലോയി കംപ്ലൈന്റ് ഓഫ് വിക്ടിമൈസേഷൻ. ആ എംപ്ലോയി, ആ ജോലിക്കാരൻ, അവളെ ജോലി ചെയ്യുന്ന വ്യക്തി വിക്ടിമൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൊടുത്തു എന്ന് വെച്ചാൽ അയാളെ എന്താ പറയുക, പല കാര്യങ്ങളും പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ ഉപദ്രവിക്കുന്നു, അയാളെ ഇരയാക്കുന്നു എന്നുള്ള നിലയിൽ അയാൾ കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയാം. ഓക്കെ, ട്രോമ. ട്രോമ എന്താണെന്നറിയാമല്ലോ, നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കുകളൊന്നാണ് ട്രോമ. സിവിയർ ഇമോഷണൽ ഓർ ഫിസിക്കൽ ഷോക്ക്, വൈകാരികമായ ഷോക്ക്, അതാണ് ട്രോമ എന്ന് പറയും. ഓർ ഫിസിക്കൽ ഷോക്ക്, അങ്ങനെ നമുക്ക് പറയാം. സിനോണിംസ് നോക്കിയേ, ട്രോമ, ഡിസ്ട്രസ്, ഷോക്ക്, സഫറിങ്. ഇത് വളരെ സാധ്യതയുള്ള വാക്കുകളൊന്നാണ് കേട്ടോ. ട്രോമ, സിവിയർ ഇമോഷണൽ ഓർ ഫിസിക്കൽ ഷോക്ക്. ഡിസ്ട്രസ്, ഷോക്ക്, സഫറിങ്, ഇതെല്ലാം ട്രോമയുടെ സിനോണിംസ് ആണ്. ആന്റോണിംസ് നോക്കിയേ, കംഫർട്ട്, വെൽബീങ്, ഇതാണ് ആന്റോണിംസ്. ദ ഇൻസിഡന്റ് കോസ്റ്റ് സൈക്കോളജിക്കൽ ട്രോമ. ആ വിഷയം അയാളിൽ മാനസികമായിട്ടുള്ള ട്രോമ ഉണ്ടാക്കി എന്ന് പറഞ്ഞ എന്താണ്? വൈകാരികമായിട്ടുള്ള തകർച്ച, ഷോക്ക് ഉണ്ടാക്കി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടുന്ന് ആരംഭിച്ചു, എവിടെ എത്തി നോക്കൂ. നമ്മൾ ഒരു എഡിറ്റോറിയൽ അനാലിസിസ് തുടങ്ങി, പ്രസി, കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി പഠിച്ചപ്പോൾ തന്നെ നമ്മൾ വാക്കുകൾ, അതിന്റെ മീനിങ്, ആന്റോണിംസ്, സിനോണിംസ്, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ നമുക്ക് മനസ്സിലായിരിക്കും. ഓക്കെ, സോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ലീഗൽ വൊക്കാബുലറി ക്ലസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് അവസാനിപ്പിക്കാം. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ബീങ് ഫൗണ്ട് ഗിൽറ്റി, അക്വിറ്റൽ നോട്ട് ഗിൽറ്റി, പെർപെട്രേറ്റർ കുറ്റം ചെയ്യുന്ന വ്യക്തി, ഇര സഫറർ, ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർട്ട് പ്രൊസീഡിങ്സ്, കോഗ്നിസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഫീഷ്യൽ ജുഡീഷ്യൽ നോട്ടീസ് ആണ് കോഗ്നിസൻസ്.
ഡിറ്ററന്റ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് മെഷർ, ഒരു കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മുൻകരുതൽ, അതാണ് ഡിറ്ററന്റ്. റെസിഡിവിസം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഒഫൻഡിങ്, ചെയ്ത കുറ്റം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന അവസ്ഥ. പെൻഡൻസി എന്ന് പറഞ്ഞാൽ കേസ് പെൻഡിങ് ആവുന്നു, പെൻഡിങ്. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ ആക്ഷൻ ആണ് ലിറ്റിഗേഷൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുക. ഇതൊരു അത്യാവശ്യം വളരെ ദൈർഘ്യമേറിയ ക്ലാസ് തന്നെയായിരുന്നു, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പ്രധാനമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു പാസേജിൽ നിന്ന്, പ്രധാനപ്പെട്ട ഒരു കഴിഞ്ഞ ആഴ്ച വന്ന ഒരു പാസേജിൽ നിന്ന് നമ്മൾ അതെടുത്ത് അതിൽ നിന്ന് നമ്മൾ കോംപ്രിഹെൻഷൻ പഠിക്കുന്നു, എങ്ങനെ അതിനകത്ത് ഒരു പാസേജ് വായിച്ച് മനസ്സിലാക്കണം, എങ്ങനെ കോസ്, ഇഫക്റ്റ്, സൊല്യൂഷൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം, അതുവഴി എങ്ങനെ ഒരു റാങ്ക് സ്കോറിങ് ആൻസറിലേക്ക് നമുക്ക് എത്താം. അതിനോടൊപ്പം തന്നെ എങ്ങനെ അതേ പാസേജ് ഇപ്പോൾ ഒരു പ്രസി എഴുതുന്നതിന് മുമ്പ് കോംപ്രിഹെൻഷൻ സ്കിൽസ് ആണ് നമ്മൾ ഷാർപ്പൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് വെക്കേണ്ടത്. അല്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ കോംപ്രിഹെൻഷൻ അത്ര വൃത്തിക്ക് വായിച്ച് പഠിച്ച് നിങ്ങൾ ഉത്തരം എഴുതി വരുമ്പോഴത്തേക്ക് ആ പാസേജ് നല്ലപോലെ മനസ്സിലായി. പിന്നെ അത് എങ്ങനെ നമുക്കൊരു പ്രസി ആയിട്ട് പോകാം, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഇമോഷണൽ ലാംഗ്വേജ് എങ്ങനെ തിരിച്ചറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ ഒഴിവാക്കാം, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉദ്ദേശം എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പ്രസി റൈറ്റിംഗിലുള്ള പിടികിട്ടി. അപ്പോൾ ഒരു റാങ്ക് സ്കോറിംഗ് പ്രസി നമുക്ക് എങ്ങനെ എഴുതാം അത് കൺസ്ട്രക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെയും നമ്മൾ നിന്നില്ല, അതോടൊപ്പം തന്നെ ഒരു 15 വാക്കുകൾ മാത്രമാണ് പഠിച്ചത്, അതിൻ്റെ സിനോണിംസും ആന്റോണിംസും. അപ്പോൾ ഒരൊറ്റ എഡിറ്റോറിയലിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, കോംപ്രിഹെൻഷൻ, പ്രസി, ആന്റോണിംസ്, സിനോണിംസ്, വേർഡ് മീൻസ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സോ ഇങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ഇവിടെ പോകുന്നത്. ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ ഒരു റാങ്ക് സ്കോറിംഗ് എസ് എഴുതാം, ഒരു റാങ്ക് സ്കോറിംഗ് പ്രസി എഴുതാം, എങ്ങനെ റാങ്ക് സ്കോറിംഗ് ആൻസേഴ്സിലേക്ക് എത്താം, അതുവഴി ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്റെ ട്രെയിനിങ്ങിലൂടെ തന്നെ എങ്ങനെ നിങ്ങളുടെ വൊക്കാബുലറി മെച്ചപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് എല്ലാവർക്കും അത്യാവശ്യം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ബാച്ച് 4 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ലൈവ് റെക്കോർഡഡ് സെഷൻസ്, എക്സാമിനർ സെന്റർ റൈറ്റിംഗ് സ്ട്രാറ്റജീസ്, പിന്നെ റിവിഷൻ, ടെസ്റ്റ്, PYQ ഡിസ്കഷൻ, ഡെയിലി ക്വിസസ്, പിന്നെ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും നമുക്ക് കൃത്യമായിട്ട് ഇതുപോലെ എഡിറ്റോറിയൽ അനാലിസിസ് ഉണ്ടാവും. 1 അവർ നീണ്ടു നിൽക്കുന്ന എഡിറ്റോറിയൽ അനാലിസിസ് എല്ലാ വീക്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഈ കോഴ്സിൽ ഓഫർ ചെയ്യുന്നത്. സോ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.